السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അൻഡ്രോൺ ഉസ്താദ് തബ്ലീഗിന് എതിരിൽ നടത്തിയ പ്രഭാഷണങ്ങൾ ഉറുദു പുസ്തകങ്ങളിൽ നിന്നും അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്നും അവരുടെ കള്ള വാദങ്ങളും നീളക്കുപ്പായമിട്ട് ഉള്ളിൽ വഹാബിയത്ത് ഒളിച്ചു വെച്ച് കൃത്രിമ മാർഗത്തിലൂടെ വഹാബി പ്രചരണം നടത്തുന്ന തബ്ലീഗുകാരുടെ തനിനിറം തൊലിയിരിച്ചു കാണിക്കുന്ന പ്രഭാഷണമാണ്. അല്ലാഹു തആല ബഹുമാനപ്പെട്ട അൻഡ്രോൺ ഉസ്താദ്, അതുപോലെ മഹാനായ കെ.എസ്. മുസ്ലിയാർ തുടങ്ങിയ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയ മഹാന്മാരായ ഉലമാക്കൾക്കൊക്കെ അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അവര് കാണിച്ചു തന്ന സത്യമാർഗത്തിൽ ഉറച്ചു ജീവിക്കാനും അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്യാനും നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ ചോറിക്കുമ്പോ ഇവിടെ കേൾക്കുമല്ലോ, അതിന്റെ അടുത്ത് നിന്ന് തന്നെ ഞാൻ ദൂരത്ത് പോവില്ല. നിസ്കരിക്കാൻ പോകുമ്പോഴേ പുറത്തു പോകുള്ളൂ, അല്ലാത്തപ്പോ അതിന്റെ ഉള്ളിൽ തന്നെ അധിക സമയത്തും ഉണ്ടാവും. നല്ല നേരത്തെ ഉണ്ടായി കേട്ടതും ഒക്കെ കേട്ടു. അൽഹംദുലില്ലാഹ്, വളരെ ഖൈറായി. നമുക്ക് കുറച്ച് സമയം ഖുലാസ ഓതണം. ഖുലാസ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങൾ കൂടി ഓതാനേ ഖുലാസ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഖുലാസ അവസാനിക്കുകയാണ്. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഇന്ന് തഅ്സീറിനെ സംബന്ധിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. അതായത് നിശ്ചിതമായ ശിക്ഷാവിധികൾ ഇല്ലാത്തതോ അഥവാ നിശ്ചിത ശിക്ഷാവിധികൾ ഉള്ളതോടു കൂടി തന്നെ ചില സാഹചര്യങ്ങളിൽ ആവശ്യമാകുന്നതോ ആയ കോടതി അപ്പപ്പോൾ നിർണയിക്കുന്ന ശിക്ഷാ സമ്പ്രദായത്തിനാണ് തഅ്സീർ. അതുകൂടി കഴിഞ്ഞാൽ ശിക്ഷകളെ പറ്റിയിട്ടുള്ള വിവരണം അവസാനിച്ചു. പിന്നെ ഖാളിയെ സംബന്ധിച്ചുള്ള അഥവാ വിധികർത്താവിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. സമയം ഉണ്ടാവുമെങ്കിൽ കുറച്ച് തുടങ്ങി വെക്കുക, പൂർത്തിയാവില്ല, കുറച്ചു ഭാഗം തുടങ്ങി വെക്കുകയും ചെയ്യാമെന്നാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. വിഷയത്തിലേക്ക് കടന്നു വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. അത്തഅ്സീർ ഹുവ, ഈ തഅ്സീർ എന്ന പദം ലുഗത്തൻ അറബി ഭാഷാ അർത്ഥത്തിൽ അതിന് ഭാഷാപരമായ അർത്ഥം നോക്കുമ്പോൾ അത്തഅദീബു, മര്യാദ പഠിപ്പിക്കുക എന്നാണ്. തഅ്സീർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളെ മര്യാദ പഠിപ്പിക്കുക, അദബ് ശീലിപ്പിക്കുക. ഇത്രയാണ് ഭാഷാപരമായ പദത്തിനർത്ഥമുള്ളൂ. അതേ സമയത്ത് ശർഅൻ, സാങ്കേതികമായി പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിന്റെ സാങ്കേതിക അർത്ഥത്തിൽ തഅ്സീർ എന്ന് പറഞ്ഞാൽ തഅദീബുൻ അലാ ദംബിൻ ലാ ഹദ്ദ ഫീഹി വലാ കഫാറത ഗാലിബൻ, ഇങ്ങനെയാണ് ശറഇൽ അതിന്റെ അർത്ഥം. അതായത് തഅദീബുൻ, മര്യാദ പഠിപ്പിക്കൽ തന്നെയാണ്, പക്ഷേ നിരുപാധികല്ല. അലാ ദംബിൻ, ഒരു കുറ്റം ചെയ്തതിന്റെ മേൽ, ഒരു കുറ്റകരമായ പ്രവൃത്തി ചെയ്തതിന്റെ മേൽ ഒരാളെ മര്യാദ പഠിപ്പിക്കാൻ. എങ്ങനെയുള്ള കുറ്റം? ലാ ഹദ്ദ ഫീഹി, പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിൽ അതിന് നിശ്ചിത ശിക്ഷ
വിധിക്കപ്പെട്ടിട്ടില്ല. നേരത്തെ പറഞ്ഞേക്ക് കൊന്നതിന് പകരം കൊല്ലുക, മുർത്തദിനെ കൊല്ലുക തുടങ്ങി, കട്ടവന്റെ കൈമുറിക്കുക തുടങ്ങിയ കുറെ ശിക്ഷകൾ, അതുപോലെ മദ്യപാനിക്ക് 40 അടി കൊടുക്കുക എന്നൊക്കെ തുടങ്ങിയതുപോലെ നിശ്ചിതമായ ശിക്ഷ വിധിക്കപ്പെട്ടിട്ടില്ലാത്ത കുറ്റങ്ങൾ ചെയ്യുക. അതോടുകൂടി വരാ കഫാറത്തും ഇല്ലാത്തതായ കഫാറത്ത്. ഉദാഹരണം പറഞ്ഞാൽ റമളാന്റെ പകലില് ഒരാള് ഭാര്യയുമായിട്ട് നോമ്പുകാരനാണെന്നുള്ള ഓർമ്മയോടുകൂടി സംയോഗത്തിൽ ഏർപ്പെട്ടു. എന്നാൽ അതിന് 2 മാസം ഒരു അടിമയെ എത്തിക്കില്ല, അല്ലെങ്കിൽ 2 മാസം നോമ്പ് വെൽക്കുക എന്ന് പറയുന്ന കഫാറത്തുണ്ടല്ലോ. ഇങ്ങനെ കഫാറത്തോ നിശ്ചിതമായ ശിക്ഷയോ ഇല്ലാത്ത ഒരു കുറ്റം ചെയ്തതിന്റെ പേരിൽ ഒരു മര്യാദ പഠിപ്പിക്കുക എന്ന നിലക്ക് നടത്തുന്ന ശിക്ഷാമുറകൾക്കാണ് തസീർ എന്ന് പറയുന്നത്. ഓലിബൻ എന്ന് പറഞ്ഞാൽ കുറ്റകരമായ കാര്യം ചെയ്തതിന്, അത് തന്നെ ഹദ്ദില്ലാത്തതിന്, കഫാറത്തില്ലാത്തതിന്. ഇതൊക്കെ വിപരീതം ചുരുക്കം ചിലപ്പോൾ വരും. കുറ്റം എന്ന് പറയാനില്ലെങ്കിൽ പോലും ചിലപ്പോൾ തഅ്സീർ വേണ്ടി വരും. ഹറാമാണെന്ന് പറയാൻ പറ്റൂല, അങ്ങനെയുള്ള ഒരു വിനോദം തൊഴിലായി സ്വീകരിക്കുക. വിനോദങ്ങൾ ഏതും തൊഴിലായി സ്വീകരിക്കുന്നത് അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കും. അവിടെ മാസുയത്ത് എന്നതിനെ പറ്റി പറയാൻ പറ്റില്ല. ചിലപ്പോൾ ശിക്ഷ ഇല്ലെങ്കിലും തഅ്സീർ ഇല്ലാതെ വരും. കഫാറത്തുണ്ടെങ്കിൽ ചെറുദോഷം, സാധാരണ കുറ്റവാളിയായി അറിയപ്പെടാത്ത ഒരു നല്ല മനുഷ്യനിൽ നിന്നിട്ട് ഒരു ചെറുദോഷം കണ്ടാൽ അതിന് ശിക്ഷയില്ല, കഫാറത്തും ഇല്ല, എന്നാൽ അതിന് തഅ്സീറും ഇല്ല. ചിലപ്പോ കഫാറത്തുള്ളതോടുകൂടി തന്നെ ചിലപ്പോൾ തഅ്സീർ വേണ്ടി വരും. ഉദാഹരണം, റമളാനിന്റെ പകൽ സമയത്ത് നോമ്പുകാരനാണെന്നുള്ള ഓർമ്മയോടുകൂടി മനഃപൂർവ്വം ഒരാള് സംയോഗത്തിൽ ഏർപ്പെടുന്നു, അതിന് കഫാറത്തുണ്ട്. അതിന്റെ പുറമെ കോടതി കേസെത്തിയാൽ തഅ്സീറും ഉണ്ടാവും. ഇങ്ങനെ വരും. ഇനി യഹ്സുലു, ഈ തഅ്സീർ അഥവാ കോടതി തഅ്ദീബിന് വേണ്ടി നടത്തുന്ന ഒരു ശിക്ഷ ഉണ്ടാവും. ബിളർബിൻ, അടി കൊണ്ടാവാം. ചിലപ്പോൾ അടിശിക്ഷ കൊടുക്കാം. പക്ഷെ അടി എങ്ങനെയായിരിക്കണം? വൈരി മുബരിഹിൻ, അപകടം പറ്റാത്തതും പരിക്കേൽക്കാത്തതുമായ അടി. നല്ല കയ്യോ കാലോ ഒടിയുന്ന നിലക്ക്, ചതവേൽക്കുന്ന നിലക്ക് അടിക്കാൻ പാടില്ല. അപ്പൊ അടിശിക്ഷ കൊടുത്തുകൊണ്ട് തഅ്സീർ ചെയ്യാം. ഔ ഹബ്സിൻ, അതല്ലെങ്കിൽ ജയിലിൽ വെക്കുക. പല കുറ്റങ്ങൾക്കും കോടതി വിധിക്കുക ജയിലിൽ വെക്കലാണ്. അത് കുറ്റത്തിന്റെ ഗൗരവത്തിനും ആവർത്തന സ്വഭാവത്തിനും ഇവന്റെ സാഹചര്യത്തിനും ഒക്കെ അനുസരിച്ച് കാലാവധി കൂടിയും കുറഞ്ഞും നിൽക്കും. അതൊക്കെ കോടതിയുടെ ഇജ്തിഹാദാ, എത്ര വേണം, എത്ര കൊല്ലം കൊടുക്കണം എന്നതൊക്കെ. ഇനി അടിയോ ജയിലോ വേണമെന്നില്ല. ഔ തൗബീഹിൻ, ഭീഷണിപ്പെടുത്ത, പേടിപ്പിക്കുക അറിഞ്ഞിട്ട്. അജ് അങ്ങനെ ചെയ്തോ, അങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കും, ഇനി മേലിൽ അത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടും അഥവാ താക്കീത് ചെയ്ത് വിടുക എന്ന് പറയുന്നതിനാ. ചില കുറ്റവാളികളെ കോടതി താക്കീത് ചെയ്ത് വിട്ടു പറയും. അതാണ് ഇപ്പൊ ഈ തൗബീഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഔ തഗ്രീബിൻ, നാട് കടത്തലുമാവാം. ജയിലിൽ വെക്കും പോലെ തഅ്സീർ എന്ന നിലക്ക് നാട് കടത്തലാവാം. എന്ന് മാത്രമല്ല, അവർക്ക് സാമ്പിള് അടി, തടവിൽ വെക്കുക, താക്കീത് ചെയ്തു വിടുക, നാട് കടത്തുക, ഔ നഹ്വി ദാലിക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ തഅ്ദീബിന്റെ മാർഗങ്ങൾ സ്വീകരിക്കാം. മിമ്മാ യറാഹുൽ മുഅസ്സിറു, ഈ തഅ്സീർ ചെയ്യുന്ന ഖാളി അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നതനുസരിച്ച്. അതിന് ഇയാളുടെ സാഹചര്യവും കുറ്റത്തിന്റെ സാഹചര്യവും അതിന് ഗൗരവവും ഒക്കെ പരിഗണിക്കും. അത് പരിഗണിച്ചിട്ട് എന്ത് ശിക്ഷയാണ് തീരുമാനിക്കേണ്ടത് എന്ന് ഈ മുഅസ്സിറാവുന്ന ഖാളിയാണ് നിശ്ചയിക്കേണ്ടത്. അതിനെങ്ങനെ ലായിഖൻ ബിഹലിൽ മുഅസ്സലി, ഈ തഅ്സീർ ചെയ്യപ്പെടുന്ന വ്യക്തി,
അവന്റെ അവസ്ഥയും സന്ദർഭവും ശൈലിയും പ്രായവും ഒക്കെ പരിഗണിച്ചിട്ട് അതിനനുസരിച്ചുള്ള ശിക്ഷ ഏറിയും കുറഞ്ഞും ഗൗരവം കൂടിയും കുറഞ്ഞും ഇരിക്കും. അതുപോലെ തന്നെ മാസീയത്തിൽ അവൻ ചെയ്ത തെറ്റിന്റെ ഏറ്റക്കുറവും ഗൗരവവും അനുസരിച്ചും ഏറി കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഈ തെറ്റിന്റെയും ഈ തെറ്റ് ചെയ്ത വ്യക്തിയുടെയും അവസ്ഥ പരിഗണിച്ചുകൊണ്ടാവുമ്പോൾ തന്നെ മാമുറാത്തി തദ്രീജി ക്രമം പാലിച്ചുകൊണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു മനുഷ്യനെടുത്തൊരു തെറ്റ് കാണുമ്പോൾ തന്നെ പരമാവധി ശിക്ഷ കൊടുക്കാൻ പാടില്ല. അത് ചെറുത് കൊടുക്കുക, എന്നിട്ട് പോരെങ്കിൽ അതിനായിട്ടും കുറച്ച് കൂട്ടുക, അത് പോരാതെ വരുന്ന സാഹചര്യത്തിൽ അതിനായിട്ടും കുറച്ചുകൂടി കൂട്ടുക, ഇങ്ങനെ പടിപടിയായി അത് കൊണ്ടുപോകാൻ പാടുള്ളൂ. എന്നാൽ വജൂസു നേരത്തെ 2-3 കാര്യങ്ങൾ പറഞ്ഞാൽ അത് പോലുള്ളത് അറിഞ്ഞില്ലേ. തൈസീർ ചെയ്യൽ ജായിസം ബി തസ്വീദി വജീഹി, മുഖത്ത് താറടിക്കുക, കറുപ്പടിക്കുക, അത് പൈന്റ് കൊണ്ടാവാം, ചായങ്ങളെ കൊണ്ടാവാം, അതുപോലുള്ളതൊക്കെ കൊണ്ടൊക്കെ കരിവാരിത്തേക്ക എന്ന് പറയുന്നില്ലേ. നിറ ഒരു മനുഷ്യന് ഒരു മാനം കെടുക്കുക എന്നുള്ള നിലപാട് വരുന്നു. വഹൽഖി റസിഹി, മുടി മൊട്ടയടിക്കുക, അതും തൈസീറായിട്ട് വരുന്ന. എന്നാൽ ലാബി ഹൽഖി റസി അലിഹിയത്തിഹി, കേട്ടോ, താടി വടിച്ചുകൊണ്ട് തൈസീർ ചെയ്യാൻ പാടില്ല. അത് കാരണം എന്താ? താടി വടിക്കൽ ഹറാമാണെന്നുള്ളതാണ് ബലപ്പെട്ട അഭിപ്രായം. കറാഹത്താണെന്ന് ചിലയിടത്ത് കാണാമെങ്കിലും ആ കറാഹത്തിന്റെ അർത്ഥം തഹരീമിന്റെ കറാഹത്ത് എന്നാണ്. ഇത് നല്ലോണം മനസ്സിലാക്കണം. തെറ്റിദ്ധാരണയുടെ പേരിലോ മറ്റോ മറിച്ചാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവര് ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം കറാഹത്താണെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് തഹരീമിന്റെ കറാഹത്താണ്. തഹരീമിന്റെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കുറ്റമുള്ളതും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതും എന്ന് പറയുന്ന ഹറാമിന്റെ അതേ അർത്ഥത്തിന് തന്നെയാണ് എന്നും, പിന്നെ അതിന്റെ തെളിവിന് ഇഹ്തിമാലുള്ളത് കൊണ്ട് ഹറാം എന്ന് പറയാതെ തഹരീമിന്റെ കറാഹത്ത് എന്ന് പറയുന്നു എന്ന് നമ്മൾ ഖുലാസന്റെ തുടക്കത്തിൽ പറഞ്ഞു. അഹ്കാമുൽ ഖംസയെ വിശദീകരിച്ചിടത്ത് കറാഹത്ത് തഹരീമിന്റെ കറാഹത്ത് എന്നും തൻസീഹിന്റെ കറാഹത്ത് എന്നും രണ്ടായി വേർതിരിച്ചിടത്ത് തഹരീമിന്റെ കറാഹത്തിന്റെ അർത്ഥം പറഞ്ഞപ്പം ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതും ചെയ്താൽ കുറ്റമുള്ളതും എന്നാണ് അർത്ഥം പറഞ്ഞത്. അപ്പൊ ഹറാം തന്നെയല്ലേ. എന്നാ പിന്നെ അതിന് ഹറാമ് എന്ന് പേര് പറയാത്തത് എന്താ? ഇതിന്റെ തെളിവിൽ ഇഹ്തിമാലുണ്ട് എന്നത് കൊണ്ടിട്ടാണ് പേര് ഹറാമ് എന്ന് പറയാത്തത്. തത്വത്തിൽ ഹറാമ് തന്നെ. അപ്പോ ഹറാമാണെന്ന് ചില ഇമാമിയങ്ങൾ നസ്സായി പറഞ്ഞു, മറ്റു ചിലർ തഹരീമിന്റെ കറാഹത്താണെന്ന് പറഞ്ഞു. രണ്ട് പറഞ്ഞാലും ചെയ്താൽ കുറ്റമുള്ളതും ഉപേക്ഷിച്ചാൽ കൂലി കിട്ടുന്നതുമായ കാര്യമാണ്. താടി വടിക്കുക എന്ന് പറയുന്നത് തഹരീമിന്റെ കറാഹത്താണെന്ന് ചിലർ പറയും, എന്നാൽ ഹറാമാണ് എന്നതാണ് സത്യം. അതിന് പേര് ഹറാമെന്ന് പറഞ്ഞാലും വേണ്ടിയില്ല, അല്ലെങ്കിലും വേണ്ടിയില്ല. തഹരീമിന്റെ കറാഹത്ത് പറഞ്ഞാലും അത് തന്നെയാണല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ശിക്ഷ കൊടുക്കാൻ പാടില്ല. അതേസമയത്ത് മുടി അങ്ങനെയല്ല. മുടി കളയല് ചിലപ്പോൾ ജായിസാവും, ചിലപ്പോൾ മുസ്തഹബാവും, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ ചിലപ്പോൾ അത് ചില ആളുകളുടെ മാനത്തിന് ഹാനി വരും. ആ നിലക്ക് നോക്കിയിട്ടാണ് മുടി ഒട്ടയടിച്ചുകൊണ്ട് തൈസീർ ചെയ്യാമെന്ന് പറഞ്ഞത്. എന്നാൽ അള്ളാഹു ഹറാമാക്കിയ താടി വടിക്കൽ കൊണ്ടിട്ട് തൈസീർ ചെയ്യാൻ പാടില്ല. വലാബി അഹ്ദി മാലിഹി, ഫൈനിട. ഇവിടൊക്കെ അനങ്ങിയതിന് മുഴുവൻ കറാമ അല്ല, കാഫല്ല, വൈനുകൊണ്ടാണ് ഒറാമ. എന്നാൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഏത് കുറ്റം ചെയ്തവനും തൈസീർ മാലിയ ഇല്ല എന്നാണ്. അഥവാ ഹറാമിടാൻ പാടില്ല. എന്റെ അഭിപ്രായത്തില് ഇവിടെ ഗവൺമെന്റിന് വരുന്ന റവന്യൂ വരുമാനത്തിന്റെ 4 ഭാഗമെങ്കിലും ഈ കറാമെ. അങ്ങോട്ട് നോക്കിയാലും കറാമ, അങ്ങോട്ട് നോക്കിയാലും കറാമ, അങ്ങോട്ട് അനങ്ങിയാലും കറാമ, ഇങ്ങോട്ട് അനങ്ങിയാലും കറാമ. ഇക്കാമ പുതുക്കേണ്ട ഡേറ്റ് മാസം 28-നായിരുന്നു. അത് പഴിച്ച് 29-ന് അവിടെ എത്തിയ 500 റിയാല് കറാമ. ഇങ്ങനെ തുടങ്ങിയിട്ട് അനങ്ങിയതിന് മുഴുവൻ കറാമ.
ഓരോ മദ്ഹബിൽ അങ്ങനെ ഉണ്ടായിരിക്കും നമുക്കറിയില്ല. ഷാഫി മദ്ഹബ് അനുസരിച്ച് തഅ്സീർ മാലിയ ഇല്ല എന്ന്. അതുപോലെ തന്നെ വലാ ബി മൻഇ ത്വാമിഹി വശറാബിഹി, ഭക്ഷണമോ പാനീയമോ മുടക്കിക്കൊണ്ടുള്ള തഅ്സീർ അതുമില്ല. 24 മണിക്കൂർ പട്ടിണിക്കുക, അല്ലെങ്കിൽ 24 മണിക്കൂർ വെള്ളം കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള ശിക്ഷ തഅ്സീർ ചെയ്യാൻ പാടില്ല. ഭക്ഷണവും വെള്ളവും മുടക്കിക്കൊണ്ടോ ഫൈൻ ഈടാക്കിക്കൊണ്ടോ ഉള്ള തഅ്സീർ അനുവദനീയമല്ല. അതെ, അപ്പം തഅ്സീർ മാനിയ എന്ന് പറയുന്ന ഫൈൻ ഈടാക്കുന്നതല്ലാത്തതും ഭക്ഷണം വെള്ളം പോലത്തത് തടയുന്നുകൊണ്ടല്ലാത്ത, അതുപോലെ തന്നെ താടി വടിക്കൽ പോലെയുള്ള ഹറാമായ കാര്യങ്ങളെ കൊണ്ടും അല്ലാത്ത നിരക്കുള്ള തഅ്സീറുകളൊക്കെ ചെയ്യാം. എന്നാൽ വയുസ്തഹബ്ബു, സുന്നത്താക്കപ്പെടും, അൽ അഫു അനി തഅ്സീർ, തഅ്സീറിനെ തൊട്ട് അഫു ചെയ്യാം. ഉദാഹരണം, 1 മാസം ജയിലിൽ വെക്കാൻ വേണ്ടിയിട്ട് തഅ്സീർ വിധിച്ചു, പിന്നെ അത് കോടതി തന്നെ എന്താക്കി, ഇളവ് ചെയ്തിട്ട് 15 ദിവസമാക്കി കുറച്ചു. അത് നല്ലതാ. കാരണം എന്താ, അവനൊരു ഉണർത്തലാണ് ഉദ്ദേശം. അത് ഇപ്പൊ 15 ദിവസം ആയാലും അല്ലെങ്കിൽ ഒരാഴ്ച ആയാലും മതി. പക്ഷെ അവന് പേടി വരും, 1 മാസമാണ് വിധിച്ച്, എന്തോ ഔദാര്യത്തിന് വിട്ടു കിട്ടിയതാണെന്നുള്ള ആൾക്ക് ഓനെ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ അത് പ്രചോദനമാകാൻ സാധ്യതയുണ്ട്. തന്നെയല്ല ശഫാഅത്തു ഫീഹി, തഅ്സീറിന്റെ വിഷയത്തിൽ ശുപാർശ പറയുകയും ചെയ്യാം. അതേസമയത്ത് ശറഅന്റെ ഹദ്ദിൽ ശുപാർശ ചെയ്യാൻ പാടില്ല. പണ്ട് കേട്ടനല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു മോഷണക്കുറ്റം നടത്തി ആ കേസ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ എത്തിയപ്പോ, സ്വാഭാവികമായും മോഷണക്കുറ്റത്തിന് കൈമുറിക്കലാണല്ലോ നിയമം. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ കൈമുറിക്കാൻ വിധിക്കും എന്ന് തോന്നിയപ്പോ, വിധി വരുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ ശുപാർശ പറയാൻ വേണ്ടിയിട്ട് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ബനൂ മഖ്സൂമുകാർ ആവശ്യപ്പെടുകയും അദ്ദേഹം അതൊരു നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ വന്നുകൊണ്ട് ശഫാഅത്ത് പറയുകയും ചെയ്തപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി കോപത്തോടുകൂടി പറഞ്ഞു, അതശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, അല്ലാഹു നിശ്ചയിച്ച ഒരു നിശ്ചിത ശിക്ഷ അത് ഇല്ലായ്മ ചെയ്യാനാണോ നീ ശുപാർശ അറിയുന്നത് എന്ന് പറഞ്ഞ് വളരെ ഗൗരവമായി. ആ പറഞ്ഞതൊക്കെ ഹദ്ദിനെ പറ്റിയ. അതേ സമയത്ത് തഅ്സീറിന്റെ അവിടെ ഖാദിക്ക് തന്നെ അഫു ചെയ്യലും സുന്നത്തുണ്ട്. വേണമെങ്കിൽ മറ്റുള്ളവർക്ക് ശഫാഅത്ത് ചെയ്ത് ഇളവ് വാങ്ങി കൊടുക്കുകയും ചെയ്യാവുന്നതാണ് തഅ്സീറിന്റെ വിഷയത്തിൽ. ഇനി വൽ മുഅസ്സിറു, തഅ്സീർ വിധിച്ച ഖാദി, വാമിനുൻ, അയാൾ ബാധ്യസ്ഥനാകും, ബിമാ യത്ലഫു ബിതഅ്സീരിഹി, താൻ ശിക്ഷ നടത്തിയത് കൊണ്ട് വല്ല സാധനത്തിനും നഷ്ടം പറ്റിയാൽ നഷ്ടപരിഹാരം കൊടുക്കാൻ ഈ ഖാദി ബാധ്യസ്ഥനാവും. ഉദാഹരണം, ഒരു ഖാദി ഒരാളെ അടിക്കാൻ 25 അടി അടിക്കാൻ പാസാക്കി തഅ്സീറായിട്ട്. ആ അടിച്ച അടിയിൽ ഇയാളുടെ കണ്ണ് പൊട്ടിപ്പോയി, അല്ലെങ്കിൽ ഇയാളുടെ കൈ ഒടിഞ്ഞുപോയി. ഇങ്ങനെയൊക്കെ വന്നാൽ അതിന്റെ നഷ്ടപരിഹാരം ഈ വിധിച്ച തഅ്സീർ വിധിച്ച ഖാദി ചെയ്യേണ്ടി വരും. അതിന്റെ പുറമെ വാജിബു, നിർബന്ധമാണ്, അയൻഖുസ തഅ്സീറു, തഅ്സീർ കുറയൽ നിർബന്ധമാണ്, അൻ അഖല്ലി ഹദ്ദിൻ, ചുരുങ്ങിയ ഹദ്ദിനേക്കാൾ കുറഞ്ഞിരിക്കണം. അടിശിക്ഷയാണെങ്കിൽ ചുരുങ്ങിയ ഹദ്ദ് മദ്യപാനത്തിന്റെ ഹദ്ദാവുന്ന 40 അടിയാണല്ലോ. ഈ 40 അടിയേക്കാൾ കൂടാൻ പാടില്ല. ഇവിടുത്തെ ചില കോടതി വിധി കേട്ടാൽ തമാശ തോന്നും. യൂറോപ്യന്മാരുടെ ജയില് പോലെയാണ്. 2500 കൊല്ലം ജയിലിൽ വെക്കാൻ, അല്ലെങ്കിൽ 250 കൊല്ലം ജയിലിൽ വെക്കാൻ വിധിച്ചു എന്നൊക്കെ ചില യൂറോപ്യൻ കോടതികൾ, അമേരിക്കൻ കോടതികളൊക്കെ വിധിക്കാറുണ്ട്. എന്നതുപോലെ ഇവര് 2500 അടി, 1500 അടി, 750 അടി എന്നൊക്കെയാണ് വിധിക്കുക.
40 അടിന്റെ മേപ്പെട്ട് തഹ്സീർ വിധിക്കാൻ ഒരു ഖാദിക്ക് അധികാരമില്ലാതെ. കാരണം എന്താ, 40 അടിയാണ് ചുരുങ്ങിയ ഹദ്, മദ്യപാനത്തിന്റെ ഹദ്. ഇനി പിൽക്കാലത്ത് സഹാബത്തിന്റെ ഇജ്തിഹാദ് കൊണ്ട് 40 തഹ്സീറും 40 ഹദ്ദും കൂടി 80 വരെ ആവാം എന്ന് വിധിച്ചിട്ടുണ്ട്. അപ്പോഴും എന്തേ വരുള്ളൂ, തഹ്സീർ 40 വരെ എത്താം, അതിന് മേപ്പെട്ട് പോകാൻ പാടില്ലാന്ന്. അപ്പോ ഈ 250, 1000, 1500 ഒക്കെ അടി എന്ന് പറയുന്നത് അത് ശരീഅത്തുൽ ഇസ്ലാമിനെ കൊണ്ട് കളിക്കുകയാണ്. എന്തുകൊണ്ട് വെറുതെ പറയല്ല, അഖല്ലതിനേക്കാൾ കുറഞ്ഞിരിക്കണം എന്ന് പറയാൻ കാരണം ഈ ഖബരി മംബലഗ ഹദ്ദൻ, ഒരു ഹദ്ദിന്റെ ശിക്ഷ ഒരാളെത്തിച്ചാൽ ഫീ ഗൈരി ഹദ്ദിൻ, ഇസ്ലാം ശരീഅത്തിൽ ഹദ്ദ് നിശ്ചയിക്കാത്ത ഒരു കുറ്റത്തിന് ഒരു ഹദ്ദിന് തുല്യമായ ശിക്ഷ ഒരുത്തൻ കൊടുത്താൽ ഹുവ മിനൽ മുഅ്തദീൻ, അല്ലാഹുവിന്റെ നിയമത്തെ അതിൽ ലംഘിച്ചവനായി തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസുണ്ട്. റവാഹുൽ ബൈഹഖി, ഇമാം ബൈഹഖി റിവായത്ത് ചെയ്ത ഹദീസാ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളെ മറികടക്കാൻ, അതിൽ ലംഘിക്കാൻ പാടില്ലാത്തത് കൊണ്ട് തഹ്സീർ ചെയ്യുന്നത് ഒരു ഹദ്ദിനേക്കാൾ അല്പം കുറഞ്ഞിരിക്കണം. ഇനി ആരൊക്കെയാണ് തഹ്സീർ ചെയ്യുക നോക്കുക. ഇന്നമാ യജൂസു തഹ്സീറു, തഹ്സീർ ചെയ്യൽ ജായിസാവുക ലി ഇമാമിൻ, ഭരണാധികാരിക്ക്. അത് അമീറാക, സുൽത്താനാവ, അവരുടെ കീഴിലുള്ള ഖാദിമാരാവാം, അതൊക്കെ ഇമാം തന്നെ. എന്തിനു വേണ്ടിയിട്ടാണ് തഹ്സീർ ചെയ്യുക ഇമാമ്? ലി മാസിയത്തില്ലാ ഹദ്ദ ഫീഹി, ശറഈ പ്രത്യേകമായ ഹദ്ദ് നിശ്ചയിക്കാത്ത തെറ്റ് ചെയ്താൽ അതിനു വേണ്ടിയിട്ട് തഹ്സീർ ചെയ്യാൻ ഇമാമിന് അധികാരമുണ്ട്. വല കഫാറത്ത, ഹദ്ദോ കഫാറത്തോ ഇല്ലാത്ത ഒരു തെറ്റ് ചെയ്താൽ ആവശ്യമെങ്കിൽ ഇജ്തിഹാദ് അനുസരിച്ച് ആവശ്യമായ തഹ്സീർ ചെയ്യാൻ ഇമാമിന് ജായിസാവും. ഇതിന് പുറമെ വലിയ അസ്ലിൻ, ഉമ്മ വാപ്പമാർക്കും ജായിസാണ് തഹ്സീർ ചെയ്യല് മക്കളെ. എന്തിന്? ലിസജ്രി സഗീരി, കുട്ടികളെ തടയാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു മജ്നൂനി, ബുദ്ധിയില്ലാത്ത ഭ്രാന്തന്മാരെ തടയാൻ വേണ്ടിയിട്ടും. വസ്സഫീഹി, അതുപോലെ തന്നെ സഫാഹത്തുള്ള ആളുകളെ, അഥവാ കാര്യബോധമില്ല, പ്രായപൂർത്തിയൊക്കെ ഉണ്ട്, ഭ്രാന്തില്ല, പറഞ്ഞിട്ടല്ല ആള് സഫീഹാണ്. കാരണം ഖൈറും ശർറും നോക്കാതെ, ഹക്കും ബാത്തിലും നോക്കാതെ ചെയ്ത് പ്രവർത്തിച്ച് നടക്കുന്ന ആള്, അങ്ങനത്തെ ഒരു സഫീഹ്. ഈ പറയപ്പെട്ട സഫീഹ്, പിരാന്തൻ, കുട്ടി എന്നിവരെ സജറിന് വേണ്ടിയിട്ട് ഉമ്മവാപ്പമാർക്ക് തഹ്സീർ ചെയ്യാം. എന്തിൽ നിന്നിട്ട് സജർ ചെയ്യാൻ വേണ്ടിയിട്ട്? അൻസൂഇൽ അഖ്ലാഖി, അവരുടെ ദുസ്വഭാവത്തിൽ നിന്നിട്ടും അവരെ തടയാൻ വേണ്ടിയിട്ട് തഹ്സീർ ചെയ്യാം. കുട്ടികളുടെ വാക്കുകളിലോ ആ ദുസ്വഭാവം മാറാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചിലർ അടി പോലത്തെ ശിക്ഷകളൊക്കെ കൊടുക്കാം. അത് ഭ്രാന്തനിൽ നിന്നിട്ടാണെങ്കിലും പറ്റും, സഫീയിൽ നിന്നാണും പറ്റും. ഇനി അതുപോലെ ഒരു മുഅല്ലിമിൻ, അധ്യാപകന് ജായിസാണ് തഹ്സീർ. എന്തിനു വേണ്ടി? ലിതദീബിൽ മുതഅല്ലിമി, വിദ്യാർത്ഥിയെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി. അവിടെ രക്ഷിതാവിന്റെ അനുവാദമുണ്ടെങ്കിൽ പ്രായപൂർത്തി എത്തിയവരെ കുട്ടികളെയും ശിക്ഷിക്കാൻ അധികാരമുണ്ട്. പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ ഏതായാലും തഹ്ദീബിന് വേണ്ടി ശിക്ഷിക്കാം, പ്രായപൂർത്തി എത്തിയ കുട്ടിയാണെങ്കിലും ശിക്ഷിക്കാം. പക്ഷേ ശിക്ഷ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? രക്ഷിതാവിന്റെ അനുമതി വേണം. അല്ലോ ബി ഇതിന് വലിയൻ മഹ്ജൂരിക്ക സഗീരിൻ വസഫീൻ, കുട്ടികൾ അതുപോലെ തന്നെ സഫീഹ് പോലത്തവരെയൊക്കെ ശിക്ഷിക്കണമെങ്കിൽ രക്ഷിതാവിന്റെ അനുവാദം വേണം. അങ്ങനെ എങ്കിൽ തഹ്ദീബിന് വേണ്ടിയിട്ട് മുഅല്ലിമിനും മടിക്കാം. അവിടെയൊക്കെ ഏത് പരിഗണിക്കപ്പെടും? വെർബ് മുതൽ മുബറഹായിരിക്കണം. പരിക്കേൽക്കുകയോ അപകടം സംഭവിക്കുകയോ പറ്റാത്തതായിരിക്കണം. മർമ്മത്തിലടിക്കരുത്, മുഖത്തടിക്കരുത്, പരിക്കേൽക്കരുത്. ചില അധ്യാപകന്മാർ യാതൊരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ കുട്ടികളെ മുഖത്തടിച്ച് മൃഗീയമായി ശിക്ഷിക്കുന്ന ചില ദുസ്വഭാവികളുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പരിക്കേൽക്കുന്ന രീതിയിൽ ശിക്ഷിക്കുക, അതിനൊന്നും പാടില്ല. പരിക്കേൽക്കാനോ അപകടം വരുത്താനോ പാടില്ല, മുഖത്തടിക്കാനും പാടില്ല. അത് തഹ്സീറിന് വേണ്ടിയിട്ടാണെങ്കിലും വേണ്ടില്ല, തഹ്ദീബിന് വേണ്ടിയിട്ടായാലും വേണ്ടില്ല, എന്തിനായാലും വേണ്ടില്ല, മുഖത്തടിക്കാൻ പാടില്ല.
ഇനി വലി സൗജിൻ, അപ്പൊ ആർക്ക് പറഞ്ഞു? ഇമാമിന് പറ്റും, ഉമ്മവാപ്പമാർക്ക് പറ്റും, മുഅല്ലിമീങ്ങൾക്കും പറ്റും. ഇനി വലി സൗജിൻ, ഭർത്താവിന് പറ്റും ഭാര്യയെ തഅദീബ് ചെയ്യാം. എന്തിന്? ലിഹഖിഹി, തന്റെ അവകാശങ്ങൾ അവൾ വകവെച്ച് തരുന്നില്ലെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് പറഞ്ഞല്ലോ, ആദ്യം ആദ്യം ഉപദേശിക്കുക, പിന്നെ ഉറക്കറയിൽ വിളങ്ങുക, പിന്നെ വേണമെങ്കിൽ പരിക്കേൽക്കാതെ അടിക്കുക എന്ന് പറഞ്ഞ ആ അടി തഅ്സീറ. അങ്ങനെയുള്ള തഅ്സീർ ചെയ്യാം സ്വന്തം ഹക്ക് നേടാൻ. ഔലി തർക്കിയാന സ്വലാത്തി, അല്ലെങ്കിൽ നിസ്കാരം, നോമ്പ് പോലെയുള്ള ഇബാദത്തുകൾ ഒഴിച്ചതിന് വേണ്ടിയിട്ടും തഅ്സീർ ചെയ്യാം ഭർത്താവിന്. ഇനി ഒരു സയ്യിദിൻ, ഉടമക്കാരന് പറ്റും ലിഹഖിഹി, തന്റെ ഹക്കിന് നേടാൻ വേണ്ടിയിട്ടും. ഹക്കില്ല, അള്ളാഹുവിന്റെ ഹക്കാവുന്ന നിസ്കാരം, നോമ്പാദി കാര്യങ്ങൾ ചെയ്യാത്തതിന് വേണ്ടിയിട്ടും ശിക്ഷിക്കാൻ, അടിമയെ ശിക്ഷിക്കാൻ ഉടമക്കാരന്. ഇപ്പൊ ആർക്കൊക്കെ? ഭരിക്കുന്ന ഭരണാധികാരിക്ക്, ഉമ്മവാപ്പമാർക്ക്, അതുപോലെ അധ്യാപകന്മാർക്ക്, ഭർത്താവിന്, ഉടമക്കാരന്, ഇവർക്കൊക്കെ തഅ്സീർ ചെയ്യാൻ പറ്റും. ഹദ്ദ് പറ്റൂല കേട്ടോ അവർക്കൊന്നും, അത് ഭരണാധികാരിക്ക് തന്നെ പറ്റുള്ളൂ. തഅ്സീർ ഈ പറയപ്പെട്ട ഉത്തരവാദപ്പെട്ടവർക്കൊക്കെ ആവാം. അങ്ങനെ തഅ്സീറിന് വേണ്ടിയിട്ട് ഒരു ഉടമക്കാരൻ അടിമയെ അടിച്ചാൽ, എങ്ങനെ അടിച്ചു? നിർബമുബരിഹൻ, പരിക്കേൽക്കുന്ന അപകടകരമായ നിലക്ക് അടിച്ചു. ആരും അടിക്കാൻ പാടില്ല, അഥവാ അങ്ങനെ ചെയ്തു. അതല്ലെങ്കിൽ കല്ലഫഹു മാ ലാ യുതീഖു, ഒരു അടിമയോട് അയാൾക്ക് ചെയ്യാൻ കഴിയാത്ത അത്രയും ഭാരിച്ച ജോലി ഏൽപ്പിച്ചു. എന്നാൽ ഈ കേസ് മനാഹുൽ ഇമാമു അൻ ദാലിക, ഖാദി ഉടമക്കാരനെ ഇതിൽ നിന്നും തടയണം എന്ന് പറഞ്ഞാൽ ആദ്യം വാണിംഗ് കൊടുക്കുക, ഇനി മേലിൽ അങ്ങനെ ഉണ്ടാവരുത് എന്നിട്ട്. ഫൈലം തന്നെ, അങ്ങനെ ഖാദി വാണിംഗ് കൊടുത്തിട്ടും ഈ ആ പരിക്കേൽക്കുന്ന നിലക്ക് അടിക്കുകയോ ചെയ്തു തീർക്കാൻ പറ്റാത്ത നിലക്കുള്ള ഭാരമേറിയ ജോലികൾ ഏൽപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആവർത്തിച്ചാൽ, ബാഹു, ആ അടിമയെ ഖാദി വിൽക്കണം, അലഹി, ഉടമക്കാരനെതിരിൽ, ബിസമനിൻ മിസ്ലി, മാർക്കറ്റ് വിലക്ക് വിറ്റിട്ട് ആ കാശ് അവന് കൊടുക്കണം. കാരണം അങ്ങനെ അടിക്കാനും ശിക്ഷിക്കാനുള്ള അധികാരം ആർക്കില്ല? ഉടമക്കാരനില്ല. അപ്പൊ അതിന് പകരം അവനെ ശിക്ഷിക്കല്ല ചെയ്യുക, മറിച്ച് ആദ്യം വാണിംഗ് കൊടുത്തിട്ട് വീണ്ടും തുടരുകയാണെങ്കിൽ അടിമയെ മാർക്കറ്റിൽ ലേലം ചെയ്ത് വിൽക്കുക, എന്നിട്ട് ആ കാശ് അയാൾക്ക് കൊടുക്കുക. അങ്ങനെയാണ് തഅ്സീർ ചെയ്യേണ്ടത്. ഇനി ഖാദിന്റെ പറ്റി അതിന് തുടക്കം കുറച്ച് ഭാഗം ഓതുക, ഒന്നിച്ചായാൽ നാളെ തീരൂല. ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. വലിയ കിതാബുകളിൽ വിശദമായി പറയുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ കുട്ടികൾക്ക് മദ്രസയിലുള്ള ഓത്തായതുകൊണ്ട് കുറഞ്ഞ കാര്യങ്ങളെ പറയുന്നുള്ളൂ. അതിന്റെ തുടക്കം മാത്രം കുറച്ച് വരികൾ ഇപ്പൊ ഓതുന്നു, ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് നാളെ ഓതുകയും ചെയ്യാം. അൽ ഖളാ. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ഇന്നാ അൻസൽന, തീർച്ചയായും നാം അവതരിപ്പിച്ചിരിക്കുന്നു, ഇലൈക, താങ്കളിലേക്ക്, അൽ കിതാബ്, വിശുദ്ധ വേദഗ്രന്ഥത്തെ താങ്കളിലേക്ക് നാം അവതരിപ്പിച്ചിരിക്കുന്നു. എങ്ങനെ? ബിൽ ഹഖി, ഹക്കുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ സത്യമായിട്ടുള്ളത് എന്നും ഒരിക്കലും മാറ്റമില്ലാതെ സ്ഥിരമായിട്ടുള്ളത് എന്നും രണ്ടും ഹക്കിനർത്ഥം. ആ രണ്ടർത്ഥം ഇവിടെ ഉദ്ദേശിക്കാം. അള്ളാഹുവിന്റെ കിതാബിൽ പറഞ്ഞതൊക്കെ 100% സത്യമാണെന്ന് മാത്രമല്ല, എന്നെന്നും നിലനിൽക്കുന്ന സ്ഥിരമായ യാഥാർത്ഥ്യങ്ങളുമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹക്കുമായി ബന്ധപ്പെട്ട് കിതാബ് അവതരിപ്പിച്ചെന്നത്? ലിതഹക്കുമ, താങ്കൾ വിധിക്കാൻ വേണ്ടിയിട്ടാണ്, ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ, ബിമാ അറാക്കല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് മനസ്സിലാക്കി തന്ന, അറിയിച്ചു തന്നതായ ആ ഇൽമു കൊണ്ട്, അഥവാ ഖുർആനും സുന്നത്തുമാവുന്ന വഹീ മുഖേന അല്ലാഹു തആല ഈ ലോകത്തും പരലോകത്തും വിജയത്തിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ജനങ്ങളിൽ ആവശ്യമാവുന്ന നിലക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനും വിധി കൽപ്പനകൾ തീരുമാനങ്ങൾ അറിയിക്കാനും വേണ്ടിയിട്ടാണ്.
വലാതകുൻ, ഒരിക്കലും താൻ ആവിപ്പോകരുത്. ഇത് എല്ലാരോടുള്ള കൽപ്പന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കൽപ്പന മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ വരുന്ന വിധികർത്താക്കളോടുള്ള കൽപ്പനയാണ്. വലാതകുൻ, നീ ഒരിക്കലും ആയിപ്പോകരുത് വിധികർത്താക്കളെ, ലിൽ ഖായിനീന, ചതിയന്മാരായിരിക്കുന്ന ആളുകൾക്ക്, ഹസീമ, അവർക്ക് അനുകൂലമായി വാദിക്കാൻ നിൽക്കരുത്. എന്ന് പറഞ്ഞാൽ ഖാളിസ്ഥാനം എന്ന് പറയുന്നത് വളരെ ഗൗരവമേറിയ ഒരു ഉത്തരവാദിത്വമാണ്. ആ കസേരയിൽ ഇരുന്നു കൊണ്ട് പറയുന്നതൊക്കെ വിധികളാണ്, നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ വാദം നടക്കുമ്പോൾ വളരെ ജാഗ്രത പാലിച്ചിരിക്കണം. കാരണം ചില ആളുകളുടെ അതിവാചാരത കൊണ്ട് സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യമായും ഒക്കെ അവതരിപ്പിക്കാൻ ശ്രമിക്കും. അവിടെ അസത്യവാദികൾക്ക് അനുകൂലമായി നിന്നുകൊടുത്തുകൊണ്ട് നിങ്ങൾ അത്തരം അനീതിക്ക് കൂട്ടുനിൽക്കുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. എപ്പോഴും കൃത്യമായ നീതിനിഷ്ഠ പാലിക്കണം എന്ന്. ഇത് ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ ഭരണകർത്താക്കളുമായ ആളുകളോടുള്ള കൽപ്പനയാണ്. തങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബോധനം ചെയ്തുകൊണ്ട് പറയുമ്പോൾ തങ്ങളെ പറ്റിയിട്ട് എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ആരും വിചാരിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഖുർആൻ ആദ്യമായി അവതരിക്കുന്നത് എന്നതുകൊണ്ട് അങ്ങനെ സംബോധന വരുമ്പോൾ അവിടെ ഈ ഖിതാബ് കൊണ്ട് ഖിതാബിടപ്പെടാൻ പറ്റുന്ന എല്ലാവർക്കും ബാധകമായ നിരക്കുള്ള നിയമങ്ങൾക്കും അങ്ങനെ തന്നെയാണ് സംബോധന ഉണ്ടാകുക. അതിൽപ്പെട്ട ഒരു സ്ഥലമാണിത്. അഥവാ നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ടാണ് ഖുർആന്റെ സംബോധന എങ്കിലും ആ സംബോധനയിൽ ഈ അധികാരസ്ഥാനത്ത് വരുന്ന വിധിവിലക്കുകൾ പറയുന്ന ഖാളിസ്ഥാനത്ത് വരുന്ന മുഴുവൻ അധികാരികൾക്കും ഈ നിയമം ബാധകമാണ്. ഇത് സൂറത്തു നിസായിൽ പറഞ്ഞതാ. ഇനി സൂറത്ത് സ്വാദിൽ അല്ലാഹു തആല പറയുന്നു, ഫഹ്കും ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വിധി പറയണം, ബിൽ ഹഖി, സത്യസമ്പൂർണമായ നിലക്കായിരിക്കണം വിധി പറയേണ്ടത്. ഒരിക്കലും വലാ തത്തബിൽ ഹവാ, ദേഹേച്ഛയ്ക്ക് പിൻപറ്റി പോകരുത്. അങ്ങനെ ദേഹക്കിച്ച് പിൻപറ്റിപ്പോയാ ഫയദുല്ലകാൻ സബീലില്ലാ, അള്ളാഹു നിർദ്ദേശിക്കുന്ന നേരായ മാർഗത്തിൽ നിന്നും അത് തങ്ങളെ പഴപ്പിക്കും. ഇതും പറഞ്ഞേക്കന്നെ ഭരണാധികാരികളാവുന്ന വിധികർത്താക്കളോടുള്ള ആജ്ഞയാണ്. എപ്പോഴും സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്തു നിന്നുകൊണ്ട് മാത്രം വിധി പറഞ്ഞുകൊള്ളണം. തടിഹവാനാൽ വല്ല കൈക്കൂലിയും വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും തൃപ്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും സ്വാധീനിച്ചിട്ടോ ഒക്കെ നീതി കൈവിട്ടു പോകരുത്. അങ്ങനെ നീതി കൈവിട്ടു പോയാൽ നേർമാർഗത്തിൽ നിന്നിട്ട് പഴിച്ചു പോകും. അങ്ങനെ പഴിച്ചാൽ സ്വയം പഴക്കാനും മറ്റുള്ളവരെ പഴപ്പിക്കാനും കാരണമാകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം എന്ന് ഗൗരവത്തോടുകൂടി വിഷയം ഖാദിമാരെ അല്ലാഹു തആല ഉണർത്തുകയാണ്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇപ്പോ വിധി പറയുന്നിടത്ത് നീതിയും സത്യവും പാലിക്കേണ്ടതിന്റെ ഗൗരവവും മറിച്ച് അയാൾ വരുന്ന താക്കീതുമാണ് ഖുർആനിൽ പറഞ്ഞത്. ഇനി ഖാദിയാവുന്നത് കൊണ്ടുള്ള നേട്ടം ആണ് ഈ പറയുന്നത്. ഇദാ ഹക്കമ ഹാക്കിമുൻ, ഒരു വിധികർത്താവ് വിധി പറഞ്ഞു, യഥാർത്ഥ മുജ്തഹിദാണ്, ഇജ്തിഹാദിന്റെ യോഗ്യത എത്തിയ ഒരു വിധികർത്താവ് വിധി പറഞ്ഞു. അഥവാ വിധി പറയാൻ ഒരു വിധി തന്റെ മുന്നിൽ എത്തിയപ്പോൾ ഫജ്തഹദ, ആ വിഷയത്തെ അയാൾ വേണ്ടതുപോലെ ഇജ്തിഹാദ് ചെയ്തു. സുമ്മാ സ്വാബ, ആ ഇജ്തിഹാദിലൂടെ അയാൾ സ്വവാബ് യഥാർത്ഥത്തെ എത്തിക്കാൻ സാധിക്കുകയും ചെയ്താൽ ഫലഹു, ആ ഹാക്കിമിനുണ്ട് അജ്റാനി, 2 പ്രതിഫലമുണ്ട്. ഒന്ന് അയാൾ ഇജ്തിഹാദ് ചെയ്ത് പരിശ്രമിച്ചതിന്റെ പ്രതിഫലം, രണ്ടാമത് സത്യം വെളിപ്പെട്ടതിന്റെ പ്രതിഫലവും അനിവങ്കാരനായല്ലോ എന്നുള്ളവർക്ക്. അതേ സമയത്ത് ഇദാ ഹക്കമ, ഒരു വിധികർത്താവ് വിധി അറിയേണ്ട അവസ്ഥ വന്നു, ഫജ്തഹദ, അയാൾ യഥാവിധി ന്യായപ്രകാരം തന്നെ ഇജ്തിഹാദ് ചെയ്തു. പക്ഷേ സുമ്മഖ്ത, ഇജ്തിഹാദ് ചെയ്തപ്പോഴും മനുഷ്യനാണല്ലോ, അംബിയാ മുർസലീങ്ങളൊന്നും അല്ലല്ലോ. അങ്ങനെ മനുഷ്യ സഹജമായി വല്ല പിഴവും സംഭവിച്ചു പോയാലും ഫലഹു അജ്റുൻ, അവനും കിട്ടും ഒരു പ്രതിഫലം. എന്താ, അവൻ യോഗ്യനാണ്, പരമാവധി സത്യാന്വേഷണത്തിലൂടെ അവൻ ഇജ്തിഹാദ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, അതിന്റെ കൂലി അവൻ കിട്ടും. പക്ഷെ സ്വഭാവം എത്തിച്ചില്ല, അതുകൊണ്ട് രണ്ടാമത്തെ കൂലിയില്ല. ഇത് പറയുന്നത് മുജ്തഹിദിനാണ്. ആണോ? ഖാല ഇമാമുൻ നവവി റഹിമഹുല്ലാഹു ഫീ ശറഹ് മുസ്ലിം, അജ്മഅൽ മുസ്ലിമൂൻ അലാ അന്ന ഹാദാ ഫീ ഹാകിമിൻ ആലിമിൻ മുജ്തഹിദിൻ. ഇൽമുള്ള
ഇജ്തിഹാദിന്റെ യോഗ്യത എത്തിയ ഭരണാധികാരിയെ സംബന്ധിച്ചാണ്. അയാൾ ഇജ്തിഹാദ് ചെയ്യുകയും സത്യത്തെ എത്തിക്കുകയും ചെയ്താൽ 2 പ്രതിഫലമെന്നും, ഇജ്തിഹാദ് ചെയ്യുകയും സത്യത്തിലെത്താൻ സാധിക്കാതെ പോവുകയും ചെയ്താലും 1 പ്രതിഫലം എന്ന് പറഞ്ഞത് ആലിമുമാണ്, ഇജ്തിഹാദിന്റെ യോഗ്യത എത്തിയവനുമാണ്. അങ്ങനെയുള്ള ഭരണാധികാരിയുടെ ഇജ്തിഹാദിനെ പറ്റിയാണ് സവാബിനെ എത്തിച്ചാൽ 2 പ്രതിഫലമെന്നും സവാബിനെ എത്തിക്കാതെ ഖത്ത് സംഭവിച്ചു പോയാൽ 1 പ്രതിഫലം എന്നും പറയുന്നത്. അതേസമയത്ത് മുജ്തഹിദും ആലിമും അല്ലാത്ത ആള് ഇജ്തിഹാദ് ചെയ്യുന്നത് തന്നെ ഹറാമാണ്. അയാൾ സവാബ് എത്തിച്ചാലും അയാൾക്ക് കുറ്റാണ്, പേച്ചാവിനെ കുറ്റാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇനി വിഷയത്തിലേക്ക് വരാം. അതൊരു ബർക്കത്തിന് വേണ്ടി 2 ആയത്തും 1 ഹദീസും പറഞ്ഞതാ. അൽ ഖളാഉ, ഖളാ എന്നാൽ ലോകത്തൻ ഭാഷാർത്ഥത്തിൽ ഖളാ എന്ന് പറഞ്ഞാൽ ഇഹ്കാമു ശൈഇ, ഒരു വസ്തുവിനെ ഉറപ്പിക്കുകയാണ്. അഹ്കമ യുഹ്കിമു ഇഹ്കാമ്, ഉറപ്പിക്കുക, ബലപ്പെടുത്തുക എന്നൊക്കെയുള്ള അർത്ഥം. ഇംവാഹു, ഒരു കാര്യത്തെ നടപ്പിലാക്കുക. ഈ 2 അർത്ഥത്തിലും പറയും. ഒരു കാര്യം നടപ്പിലാക്കുന്നതിനും ഖളാ ചെയ്യാന്ന് പറയും, ഒരു കാര്യത്തെ ബലപ്പെടുത്തി ഉറപ്പിക്കുന്നതിനും ഖളാ എന്ന് പറയും. അത് ഭാഷാർത്ഥത്തിൽ. വസ്തിലാഹൻ ശറഇന്റെ സാങ്കേതിക അർത്ഥത്തിൽ എന്താണ്? അൽ ഹുക്മു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ വിധി പറയുക. ഇന്ന കാര്യം ഹറാമാണ്, ഇന്ന കാര്യം ഹലാലാണ്, ഇന്ന കാര്യം സുന്നത്താണ്, ഇന്ന കാര്യം കറാഹത്താണ് എന്നൊക്കെയുള്ള വിധിവിലക്കുകൾ പറയുക. എന്നാൽ തൗലിയത്തു ഖാദിൻ, വിധി പറയാൻ യോഗ്യതയുള്ള ഒരു ഖാദിയെ നിയമിക്കൽ, ഫീ കുല്ലി ഇഖ്ലീമിൻ, എല്ലാ ഓരോ പ്രദേശങ്ങളിലും. ഇവിടെ ഇഖ്ലീം എന്ന് പറഞ്ഞാൽ മസാഫത്തുൽ ഉദ്വ എന്നാണ് ഇതിന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരാള് രാവിലെ സുബ്ഹ് നിസ്കരിച്ച ഉടനെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കോടതിയിലെത്തി തനിക്ക് പറയാനുള്ള കാര്യം കോടതിയിൽ ബോധിപ്പിച്ചു, തിരിച്ച് രാത്രിയാവുമ്പോഴേക്ക് വീട്ടിൽ തന്നെ എത്താൻ ആവശ്യമായ ദൂരം, അതിനാണ് മസാഫത്തുൽ ഉദ്വ എന്ന് പറയുന്നത്. ഇത്രയും ദൂരത്തിന്റെ ഇടയിൽ ഒരു ഖാദി വേണം. ഇപ്പൊ രാവിലെ പുറപ്പെട്ട് കോർട്ടിൽ ചെന്ന് കേസ് പറഞ്ഞിട്ട് കോടതി പിരിഞ്ഞ് തിരിച്ച് വീട്ടിലെത്താൻ സമയമാവുന്ന അത്രയും ദൂരം വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഖാദിമാർ വേണം. അപ്പൊ ആ ദൂരം കഴിഞ്ഞ ഒരു ഖാദി കഴിഞ്ഞാൽ അടുത്ത ദൂരത്ത് മറ്റൊരു ഖാദി വേണം. ഇങ്ങനെ ഓരോ ഇഖ്ലീമിലും ഓരോ ഖാദിനെ നിയമിക്കൽ ഫർളു ഐനിൻ അലൽ ഇമാം, ഭരണാധികാരിയുടെ മേൽ ഫർളു ഐനാ. കാരണം ഭരണാധികാരിയാണ് അതൊക്കെ നിർവഹിക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് നായിബായിട്ട് ഖാദി വേണം. ആ ഖാദി മസാഫത്തുൽ ഉദ്വയിൽ ഓരോ ഖാദി ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ്. അതിനിപ്പോ ഇമാം ഭരണാധികാരി ഉണ്ടെങ്കിലല്ലേ. ഫഅലാ ദീ ശൗക്കത്തിൻ, നിയമപ്രകാരമുള്ള ഇമാമില്ലെങ്കിൽ, ദീ ശൗക്കത്ത് എന്ന് പറഞ്ഞാൽ അവിടെ മറ്റു മാർഗത്തിലൂടെയുള്ള ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ അവർ, അങ്ങനെ ഇമാമോ ഇല്ല ദീ ശൗക്കത്തും ഇല്ല എങ്കിൽ നമ്മളൊക്കെ നാട് പോലെയാണെങ്കിൽ ഫഅലാ അഹ്ലിൽ ഹല്ലി വൽ അഖദി ഫിൽ ബലദി, ആ ഓരോ നാട്ടിലുമുള്ള ആ നാട്ടിലെ കൈകാര്യകർത്താക്കൾ, ഹല്ല് അഖദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൈകാര്യകർത്താക്കൾ, വാക്കിന്റെ അർത്ഥം കെട്ടുകയും വയ്ക്കുകയും ചെയ്യുന്നവര് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്ന ഖാദി കാരണവന്മാര്, അവരാണ് ഇതിനെ നിയമിക്കേണ്ടത്. ഇമാം ഉണ്ടെങ്കിൽ ഇമാമ് ഖാദിനെ നിശ്ചയിക്കണം, ഇമാമില്ലെങ്കിൽ ഗവൺമെന്റ് നിശ്ചയിക്കണം. അത് രണ്ടും ഇല്ലെങ്കിൽ നമ്മളെ നാടൊക്കെ പോലെ മതേതര ഗവൺമെന്റിന് എന്ത് ഖാദിയ. അങ്ങനെ വന്നാൽ പിന്നെ ഓരോ പട്ടണത്തിലും അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് എന്ന് പറയുന്ന നാട്ടിലെ കൈകാര്യകർത്താക്കളാവുന്ന ഖാദി കാരണവന്മാര് കൂടിയിട്ട്, ഖാദി കാരണന്മാര് എന്ന് പറഞ്ഞാൽ പിന്നെ ഖാദിന് തിരുമ്പ ആർത്ഥത്തിലുള്ള ഖാദി കാരണന്മാരല്ല, നാട്ടിലെ ആലിമീങ്ങളും അതുപോലെ തന്നെ ഉമറാക്കളും, അങ്ങനെയുള്ള അഹ്ലുൽ ഹല്ല് വൽ അഖ്ദാണ് ഖാദിനെ നിശ്ചയിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കമ്മിറ്റിയാണല്ലോ നിശ്ചയിക്കുന്നത്. കാരണം ഈ കമ്മിറ്റിയെ നാട്ടുകാർ തെരഞ്ഞെടുക്കുന്നതാ. ഈ കമ്മിറ്റിയെ നാട്ടുകാർ അധികാരപ്പെടുത്തുകയും നാട്ടുകാർക്ക് വേണ്ടി കമ്മിറ്റി ഖാദിയെ നിശ്ചയിക്കുകയും ചെയ്യുന്ന അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് എന്നുള്ള ആൾക്ക്. എന്നാൽ ഖബൂലുഹ, ഇങ്ങനെ ഇമാമോ അതല്ലെങ്കിൽ അഹ്ലു ശൗക്കത്ത് എന്ന് പറയുന്ന ഗവൺമെന്റോ അതുമല്ലെങ്കിൽ നാട്ടിലെ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് എന്ന് പറയുന്ന കൈകാര്യകർത്താക്കളോ ഖാദിയാകാൻ വേണ്ടിയിട്ട് ഒരാളോട് ആജ്ഞാപിച്ചാൽ വഖബൂലുഹ ഫർളു കിഫായത്തിൻ, ഈ ഖാദി സ്ഥാനം ഏറ്റെടുക്കൽ ഫർളു കിഫായാണ്.
എന്ന് പറഞ്ഞാൽ അവിടെ ഇനി യോഗ്യരായ കുറെ ഉലമാക്കൾ ഉണ്ടെങ്കിൽ അതിൽപ്പെട്ട ആരെങ്കിലുമായിട്ട് ചിലരത് ഏറ്റെടുക്കൽ പൊതുവെ ഉലമാവിന്റെ മേലുള്ള കടമയാണ്. പലരും ഉണ്ടെങ്കിലാണ് ഫർദ് കിഫായ ആകുക. ഇല്ലാ ഇദാ തഅയ്യന ശഖ്സുൻ, ഒരു വ്യക്തി മാത്രം ഉണ്ടായാൽ ഒഴിച്ച്, ഫീ നാഹിയത്തിന്റെ ഒരു പ്രദേശത്ത് നോക്കുമ്പോ ഖാദിയാകാൻ പറ്റുന്ന ഒരു മനുഷ്യൻ തന്നെ ഉള്ളൂ അവിടെ, അങ്ങനത്തെ ഒരു ആലിമ് അയാൾ തന്നെ ഉള്ളൂ എങ്കിൽ അയാൾക്ക് ഫർദൈന. കുറെ ആളുകൾ ഉണ്ടെങ്കിൽ അതിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഏറ്റെടുത്താൽ മതി, ഫർദ് കിഫായ. അപ്പൊ ഖാദിയെ നിയമിക്കൽ ഫർദും അത് ഖാദി സ്ഥാനം ഏറ്റെടുക്കൽ ഉലമാവിനെ പറ്റി ഒന്നിലധികം ആളുണ്ടെങ്കിൽ അവരുടെ മേൽ ഫർദ് കിഫായിയാണ്. ആകെ ഒരാൾ തന്നെ ഉള്ളെങ്കിൽ അയാളുടെ മേൽ ഫർദ് ഐനും ആണ്. ഇനി ഖാദിയുടെ ഷർത്ത്, ആരാണ് മുജ്തഹിദ് തുടങ്ങിയ ഗൗരവമേറിയ ചില വിഷയങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ, ഖാദിയാവുന്ന ആളുടെ ഷർത്ത് എന്തൊക്കെയാണ്, ആരാണ് മുജ്തഹിദ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ്. ഇനി കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ട് കുറച്ചു നേരം തുടരാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് തൽക്കാലം ഇന്നത്തെ പരിപാടി നിർത്താം. ചോദ്യകർത്താക്കളൊക്കെ ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വരിക. ഈ ആദ്യത്തിൽ ചോദ്യകർത്താക്കൾക്ക് മുന്നോട്ട് വരാൻ എന്തോ ഒരു താമസ, പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് 3 മണിയായിട്ട് ഞാൻ മതിയാക്കാൻ പോകുമ്പോൾ നിറച്ച ആളുകൾ കൈപൊക്കിയിട്ട് അപ്പോ വരും. അതുകൊണ്ട് കാര്യമില്ല, ചോദ്യം ചോദിക്കാനുള്ള ആളുകളൊക്കെ വേഗത്തിൽ മുന്നോട്ട് വന്ന് സമയം പാഴാക്കാതെ പ്രസക്തമായ കാര്യങ്ങൾ ചോദിക്കുക. അല്ലെങ്കിൽ ഇന്നലത്തേക്ക് തന്നെ നമ്മളെ സൂര്യണ്ട്, സൂര്യ അങ്ങനെ ചോദിച്ചു കൊടുക്കും. ആരാരും വരാഞ്ഞാ പിന്നെ സൂര്യനെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അപ്പോ സംശയം ചോദിക്കാനുള്ളവർ വേഗം വരെ പ്രസക്തമായ കാര്യങ്ങളായിരിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. വസിയത്തോടെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? കൂടി നമ്മൾക്ക് ബാബുസ്ഥാദിന് നമ്മൾക്ക് കിട്ടും. അത് വലിയൊരു ലോകത്ത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമായിരിക്കും. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി നമ്മള് ഒരു ഹയാത്തുള്ള ഒരാളുടെ കിതാബ് നമ്മൾ ദർസ് നടത്തി അത് തീർക്കുന്ന ദിവസം നമ്മൾക്ക് ആ കിതാബ് ഉണ്ടാക്കിയ ആ മുസന്നിഫ് നമ്മൾക്ക് ദ്വാരണ്ടാകുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എല്ലാ നിലക്കും നമ്മൾ അബൂഷാഖുർ ഉസ്താദും സന്തുഷ്ടനായിരിക്കും, STVയിലുള്ള ആളും സന്തുഷ്ടനായിരിക്കും. പിന്നെ ബാവലിയാറാണെങ്കിൽ പഠിച്ചവനെ ബാവലിയാർ ഉണ്ടാക്കിയ ആ കിതാബ് അതിൻ്റെതായ രീതിയിൽ ഒരു ഓൺലൈൻ രംഗത്ത് ദർസ് നടത്തുന്നതിന് വളരെ സന്തുഷ്ടനാണ്. അപ്പൊ മഹാനവറുകൾക്ക് ഈ ഒരു അവസരം ഉണ്ടായതിൽ മഹാനവറുകളും വളരെ സന്തോഷിക്കും. ഇൻഷാ അല്ലാഹ് ചെറുപ്പുസ്താദും നമ്മൾ സിദ്ദീഖ് വിളിക്കലും പിന്നെ നമ്മളെ ഡോക്ടർ നാസറും പിന്നെ കുറച്ച് ആളുകളൊക്കെ അത് സംബന്ധിച്ച് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ധൃതിയിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ മൈക്കെടുത്ത് വിശദമായിട്ട് ഞാൻ സംസാരിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ 19-ാം തീയതി ഉംറക്ക് ഞാനും എന്റെ ഭാര്യയും കൂടി ഉംറക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് മുശാഖിർ ഉസ്താദിനെ കാണാൻ സാധ്യമാകും ഞാൻ വിചാരിക്കുകയാണ്. അതെല്ലാം റാഹത്താകാനും ഞങ്ങൾ ഉംറക്ക് പോയി നല്ല സന്തോഷത്തിൽ വരാനും ഉംറ കഴിഞ്ഞതിന് ശേഷമാണോ ഏതായാലും അതായത് ബാബുസ്ഥാദിന്റെ കിതാബ് തീർക്കുന്ന സമയത്ത് ബാബുസ്ഥാദിന്റെ സ്ഥിതി എന്തെങ്കിലും ഇതാക്കി തീർക്കാൻ നമ്മൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് പറയാനാണ് ഞാൻ മൈക്കെടുത്തത്. പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് അബൂഷാഖിർ ഉസ്താദ് നമ്മളൊക്കെ ഉംറയൊക്കെ ചെയ്ത് വരാനും സിയാറത്തൊക്കെ ചെയ്ത് വരാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് പ്രത്യേക എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ ആരും ദ്വാരക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ മേൽക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മുസന്നിഫ് തന്നെ നേരിട്ട് വന്നിട്ട് അവസാനം ദ്വാര നേരാന്ന് പറഞ്ഞാൽ ഒരു അപൂർവ ഭാഗ്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാബുസ്താദിനും അതുപോലെ നമുക്കൊക്കെയും അല്ലാഹു തആല ബറക്കത്തും ഖൈറും നൽകുകയും ഇൽമിൽ പ്രത്യേകമായ തൗഫീഖും ബറക്കത്തും എത്തിത്തരുകയും ചെയ്യുമാറാകട്ടെ. ഈ സേവനങ്ങളൊക്കെ അല്ലാഹു തആല അവന്റെ ദീനിന്റെ ഖിദ്മത്തായി കബൂലാക്കി
നമ്മളുടെയൊക്കെ പാപങ്ങൾ പുറത്തു തരാൻ ഇടയാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ അബൂജലാൽ ഉസ്താദിന്റെയും ഭാര്യയുടെയൊക്കെ ആ ഉംറ യാത്ര അല്ലാഹു തആല റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഉംറയും സിയാറത്തും ഒക്കെ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്ന് SGVക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി അബൂജലാൽ ഉസ്താദിനോട് അപേക്ഷിക്കുകയാണ്. ഉംറയ്ക്ക് പോകുമ്പോൾ ഹറമിൽ വെച്ചും മദീന ഷരീഫിൽ ഹബീബിന്റെ ഹദ്റത്തിൽ വെച്ചും ഒക്കെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തആല നിങ്ങളുടെ യാത്രയും ഉംറയും സിയാറത്തും ഒക്കെ മഖ്ബൂലും മബ്റൂറും റാഹത്തിലും ആഫിയത്തിലുമാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. തൗലിയത്ത് ഖാദിം ഫീ കുല്ലി ഇഖ്ലീം എന്നറിഞ്ഞു. അത് പറഞ്ഞത് ദിവസം രാവിലെ പുറപ്പെട്ടു, എന്നിട്ട് തർക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഉദിക്കേണ്ടതൊക്കെ വിളിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് എത്തി. ഈ പോക്ക് നടന്നിട്ടുള്ള പോക്കാണോ അല്ലെങ്കിൽ ഇപ്പൊ വാഹനത്തിൽ പോവുകയാണെങ്കിൽ എത്രയോ കിലോമീറ്ററിന്റെ അടിയിൽ സഞ്ചരിക്കാം, ചിലപ്പോൾ 1000 കിലോമീറ്റർ ഒരു ദിവസം സഞ്ചരിക്കാം. അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് കാലുകളുണ്ടല്ലോ. അപ്പൊ ഈ മുസാഫാത്ത് ഏത് നടത്തമാണോ വാഹനമാണോ എന്നറിയാനാണ്. അസ്സലാമു അലൈക്കും. എവിടെ പെങ്ങളുള്ളത് അതിനെ പറ്റിയിട്ടൊരു കഥയില്ലല്ലോ. 2 മർഹല ദൂരം അത് കേട്ടണങ്ങള്. 1 മർഹല ദൂരം കേട്ടണോ? 1 മർഹല ദൂരം എന്ന് പറഞ്ഞാല് രാവിലെ പുറപ്പെട്ടിട്ട് വൈകുന്നേരം വരെ യാത്ര ചെയ്യുന്ന ദൂരത്തിനാണ് 1 മർഹല ദൂരം എന്ന് പറയുന്നത്. ആ 1 മർഹല ദൂരം ഉണ്ടായാൽ മസാവത്തുൽ ഉദ്വ ആവൂല. അപ്പോ രാവിലെ പുറപ്പെട്ട് കോടതിയിലെത്തി തിരിച്ച് വീട്ടിലേക്ക് രാത്രിയാകുന്നതിന് മുമ്പ് എത്തുക എന്ന് പറഞ്ഞാൽ 1 മർഹലന്റെ പകുതി ദൂരം പരമാവധി വരുള്ളൂ. 1 മർഹല രാവിലെ മുതൽ വൈകുന്നേരം വരെ യാത്ര ചെയ്യുന്ന ദൂരാണ്. മസാവത്തുൽ ഉദ്വ എന്ന് പറഞ്ഞാൽ രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം ആകുമ്പോഴത്തിന് തിരിച്ചെത്താനുള്ള ദൂരാണ്. അതിന് മനസ്സിലായല്ലോ മസാഫത്തുൽ ഉദ്വ എത്രയാണ്. നിങ്ങൾ പ്ലെയിനിൽ പോയാൽ അമേരിക്കയിൽ പോയി വരാലോ പോങ്ങ, അതല്ല ഇവിടെ കണക്ക് കൂട്ടുന്നത്. ഇസ്ലാമിൽ ഒരു ദൂരം പറഞ്ഞാൽ അതൊക്കെ ചെറിയ 10 കിതാബ് ഓതുന്ന കുട്ടിക്ക് വരെ അറിയുന്നതാണല്ലോ. ഒരു ദിവസം യാത്ര ചെയ്യുന്ന ദൂരാണ് 1 മർഹല. അപ്പൊ 2 ദിവസം യാത്ര ചെയ്യുന്ന ദൂരാണ് 2 മർഹല എന്ന് പറഞ്ഞാല് ഒരാള് വിമാനത്തിൽ 2 ദിവസം യാത്ര ചെയ്താൽ ഈ ദുന്യാവ് ഒന്നായിട്ടൊരു ചുറ്റോട് ചുറ്റി നടന്നുകൂടെ? അപ്പോഴേ 2 മർഹല ഉണ്ടാവുള്ളൂ എന്നാ പറയാ. എവിടുന്ന നിങ്ങള് ചോദിക്കുന്നത്? ശറഅയിന് ഒരു കാര്യത്തിനൊരു ദൂരം പറഞ്ഞാൽ അതിന് തന്നെ ഒരു മാനദണ്ഡമില്ല. ആ മാനദണ്ഡം വെച്ചിട്ട് കണക്കൂട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഇപ്പൊ ഒരു കാളി ഓൾറെഡി ജീവിച്ചിരിപ്പുണ്ട്. ആ കാളിയെ മാറ്റിയിട്ട് വേറൊരു കാളിയെ വെച്ച്, അപ്പൊ ആ കാളിയെ ഞങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ രണ്ടാമത്തെ കാളി നമുക്ക് വലിയ പരിചയമൊന്നുമില്ല, അങ്ങനത്തെ ഒരു കാളിയാണ്. കാരണം അയാൾ പൊതുവെ അവിടെ വരാറൊന്നുമില്ല. അപ്പൊ അതിനെ അംഗീകരിക്കൽ നിർബന്ധമുണ്ടോ? അല്ല വേറെ സംയുക്തമായി കാളിനെ അംഗീകരിച്ചാൽ മതിയോ? അത് ഒന്ന് അറിയാൻ വേണ്ടി നമുക്ക് അന്വേഷിക്കാം. ഒരു മഹല്ലത്ത് എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങൾ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ്? ആ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദിനെ അംഗീകരിച്ച് അവരുടെ പരിധിയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഖാദിയെ നിയമിക്കാനുള്ള അവകാശം മാത്രമേ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദിനുള്ളൂ. അങ്ങനെ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് ഒരു ഖാദിയെ നിയമിച്ചാൽ ആ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദിനെ അംഗീകരിക്കുന്നവർക്കൊക്കെ അയാൾ ഖാദിയാവും. അഹ്ലുൽ ഹല്ല് വൽ അഖ്ദിനെ അംഗീകരിക്കാത്തവർക്ക് അവർ നിശ്ചയിച്ച ഖാദിയോട്ട് ഖാദിയാവൂല. ഗവൺമെന്റ് നിയമിക്കുമ്പോൾ അങ്ങനെയല്ല. ഗവൺമെന്റ് നിയമിക്കുമ്പോൾ ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽപ്പെട്ട
ഇന്ന പ്രദേശത്തേക്ക് ഖാദിയായി ഒരാളെ ഗവൺമെന്റ് നിശ്ചയിച്ചാൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവനും അയാൾ ഖാദിയാണ്. മറ്റേത് നെറൂറത്തിന്റെ ഖാദിയാണ്. നെറൂറത്തിന്റെ ഖാദിയെ ആരാണോ നിയമിച്ചത് ആ നിയമിച്ച ആളുകൾക്കും അവരെ അംഗീകരിക്കുന്നവർക്കും അത് ബാധകമാവും, അല്ലാത്തവർക്ക് അത് ബാധകമാവില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ഉസ്താദ്, എനിക്കൊരു ചോദ്യം, ഇവിടെ വന്നൊരു ചോദ്യമാണ്. പിന്നെ ഈ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഈ കളിക്കാൻ ആകൊക്കെ വാങ്ങി കൊടുക്കുമല്ലോ. അപ്പൊ ചെറുപ്പത്തിലത് അത്ര ഗൗനിക്കാതെ കണ്ട ഒരു കുട്ടിക്ക് ഒരു പൂച്ചക്കുട്ടിനെ വാങ്ങി കൊടുത്ത്, അത് ആൺകുട്ടിയായിരുന്നു. ഇപ്പോ മാതാപിതാക്കൾ അതിന്റെ വശം പഠിച്ചു. പെൺകുട്ടിയാണെങ്കിൽ പാവ വാങ്ങി കൊടുക്കലൊക്കെ പറ്റും, ആൺകുട്ടികൾക്ക് പറ്റില്ല എന്നുള്ളൊരു അറിവ് കിട്ടി. അപ്പൊ ഇനിയിപ്പോ അതെന്താ ചെയ്യുക? അത് ഒഴിവാക്കാനും ഒഴിവാക്കാതെക്കാനും വയ്യ എന്ന് പറഞ്ഞ മാതിരിയാ. കുട്ടിക്ക് അതിനോട് ഭയങ്കര സ്നേഹം, കുട്ടി ഉറങ്ങുമ്പോൾ ഒപ്പം വെച്ച് കിടക്കലും കുളിപ്പിച്ചു കൊടുക്കലും പിന്നെ ഭക്ഷണം കൊടുക്കലൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുട്ടിന്റെ കയ്യിൽ നിന്ന് പിടിച്ച് മാറ്റാനും അല്ലാത്തൊരു ബുദ്ധിമുട്ട്. അങ്ങനെ രണ്ടും കെട്ട നിലയിലാണ് അപ്പോൾ കുഞ്ഞിരാജ് കുടുങ്ങി നിറഞ്ഞ മാതിരിയിട്ടുള്ളത്. ചോദിച്ചാൾ പറഞ്ഞാട്ടോ. അപ്പോ അതിനിപ്പോ എന്താ ചെയ്യുക? അതിന്റെ ഇസ്ലാമിക വിധി എന്നത് അത് ഒഴിവാക്കൽ നിർബന്ധമാണോ? ആൺകുട്ടിയാണ്, പിന്നെ പെൺകുട്ടിയാണെന്ന് സാരില്ല എന്നുള്ള ഓർമ്മ കേട്ടുകണെന്ന് പറഞ്ഞ് അങ്ങനെ ആ നിലക്ക് വെക്കായിരുന്നു. ഇപ്പൊ ഇത് ആൺകുട്ടിയാണ്, കുട്ടീൻ്റെ അടുത്ത് അത് ഒഴിവാക്കുന്നതിൽ കുട്ടിക്കും ഉറങ്ങുമ്പോൾ വരെ കുട്ടിയൊപ്പം വെച്ച് കിടക്കുന്നതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ടപ്പോ ചോദിക്കാൻ കാരണം അതിന്റെ വിധി എന്താന്നുള്ളത് പറഞ്ഞെന്നാല് നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തമ്മീസാകാത്ത കുട്ടികള് അത്തരം വസ്തുക്കളെ കൊണ്ട് കളിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഹറാമ് എന്നൊന്നും പറയാനില്ല. മകതിരി വെത്തിയാൽ അത് ഒഴിവാക്കിക്കുക. അതല്ലാതെ തന്നെ സ്വാഭാവികമായിട്ടും കുട്ടികൾ ഒഴിവാക്കിക്കോളും. മകതിരി വെത്തി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കൊണ്ടു നടക്കുന്നത് ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹുക്കുമുകൾ വിധിവിലക്കുകൾ കുട്ടികൾക്ക് ബാധകമല്ലെങ്കിലും വിധിവിലക്കുകൾ ബാധകമാവുന്ന രക്ഷിതാക്കൾ വിധിവിലക്കുകൾ കുട്ടികളിൽ ശീലിപ്പിക്കേണ്ടത് വകതിരി വെത്തിയാലാണ്. അതിന്റെ മുമ്പ് ആ നിയമം ബാധകമല്ല. അതുകൊണ്ട് ചെറിയ കുട്ടികളുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും പാവകൾ ഉണ്ടെങ്കിൽ അത് ഹറാമാണെന്ന് ഫത്വ കൊടുക്കാനൊന്നും വഴി കണ്ടിട്ടില്ല. ഓക്കെ. ഒരു കൂടി ഉണ്ട്. പിന്നെ നമ്മളൊരാൾക്കൊരു ഹദിയ കൊടുത്തയച്ചു. ഒരാൾക്ക് കൊടുത്തയച്ച ഹദിയ അയാൾ കൈപ്പറ്റുന്നതിന് മുമ്പ് കൊടുത്തയച്ച ആൾ മരണപ്പെട്ടാല് എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹദിയ കൊടുത്ത വ്യക്തി ആ കൊടുത്തയക്കപ്പെട്ട വ്യക്തിയിലേക്ക് അത് എത്തി അയാൾ സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ കൊടുത്തയച്ച ഉടമക്കാരനാവുന്ന വ്യക്തി മരണപ്പെട്ടാൽ പിന്നീട് അതിന്റെ അവകാശം യഥാർത്ഥത്തിൽ അയാളുടെ അനന്തരാവകാശികൾക്കാണ്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ നേരത്തെ വാപ്പ ഹദിയ കൊടുത്തയച്ചതല്ലേ, അതാ നിരക്ക് ഹദിയ തന്നെ ആക്കണമെങ്കിൽ ആക്കാം. അതല്ല അവർക്ക് വേണമെങ്കിൽ അത് തിരിച്ചെടുക്കുകയും ചെയ്യാം. അവകാശം ഈ ഹദിയ കൊടുക്കപ്പെട്ട വ്യക്തിയുടെ കയ്യിൽ കിട്ടിയ ആൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാളുടേതായല്ലോ. അതിന് മുമ്പാണിത്. അയാൾക്ക് എത്തിയിട്ടില്ല, മറ്റേയാൾ കൊടുത്തയച്ച ആൾ മരിച്ചും ചെയ്തു. അങ്ങനെ വരുമ്പം അയാളുടെ സ്വത്ത് മറ്റേയാളെ കൈപ്പറ്റാത്തടത്തോളം കാലം അയാളുടെ ഉടമയിലുള്ളതാണ്. അയാളുടെ ഉടമയിലുള്ളതൊക്കെ അയാളുടെ അനന്തരാവകാശികളുടെ അവകാശത്തിൽ വരും. അവർക്ക് വേണമെങ്കിൽ എന്താക്കുക, വാപ്പ കൊടുത്തല്ല ഹദിയ എന്നുള്ള ആൾക്ക് ഹദിയായിട്ട് സ്ഥിരീകരിക്കാം, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചെടുക്കുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വിഷയങ്ങളൊക്കെ പ്രശ്നങ്ങൾ പണ്ടൊക്കെ നമ്മുടെ കാളിമാർ തീർത്തിരുന്നു. ഇപ്പോൾ ഒരു നിക്കാഹ് നടക്കുന്നുണ്ടെങ്കിൽ പഴയ കാലത്തൊക്കെ എനിക്കറിയാം, ഒരു 15-20 കൊല്ലം മുമ്പൊക്കെ വീഡിയോ കാസറ്റ് റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ കാളിമാരും ആളുകളൊന്നും പങ്കെടുക്കാൻ വരില്ല. ഇന്ന് വീഡിയോ കാസറ്റ് അതൊരു വിഷയമില്ലാതായി മാറി. വീഡിയോ കാസറ്റ് നിർബന്ധമാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ നേതാക്കന്മാരൊക്കെ ചില പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. പിന്നീട് രാത്രി കല്യാണം, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അതാണ്, രാത്രി കല്യാണം ഉണ്ടാവുന്ന വീടുകളിലേക്ക് പിന്നെ നിക്കാഹ് നടത്താൻ വരൂല എന്നുള്ളത്.
ഇങ്ങനെ കുറേശ്ശെ വിട്ട് നമ്മുടെ എന്താ പറയുക കാലിമാരെ കയ്യിൽ നിന്ന് നമ്മുടെ സമൂഹത്തിന്റെ നിയന്ത്രണം വിട്ടുപോകുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. എന്താണ് ശരിക്ക് ഒരു നാട്ടിലൊരു വിഷയം പൂർണ്ണമായിട്ട് നമുക്കൊരു കാലിന്റെ അടുത്ത് പോയിട്ട് തീർക്കുന്നതിന് പകരം നമ്മളതൊരു രാഷ്ട്രീയക്കാരുടെ അടുത്ത് പോയിട്ട് തീരാണ്. കുറ്റക്കാരൻ നമ്മളൊക്കെ തന്നെയാണ്. ഈ ഒരു മാറ്റത്തിന് ഇസ്ലാമികപരമായിട്ട് നമുക്ക് ഏത് രീതിയിൽ മുന്നേറാൻ പറ്റും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അധികാരം കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ നസീഹത്തിലൂടെ, കൂട്ടായ ശ്രമങ്ങളിലൂടെ ജനങ്ങളെ, മഹല്ലത്തിനെ ദീൻ ഇസ്ലാമിന്റെ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപദേശത്തിലൂടെയും കൂട്ടായ ശ്രമത്തിലൂടെയും ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നല്ലൊരു പരിധിവരെ വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും. അതല്ലാതെ നടപടിക്രമങ്ങളിലൂടെ നിവൃത്തിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് നാട്ടിന്റെ നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥ പലപ്പോഴും വരും. അത് ഗവൺമെന്റുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിന് ഇടവരും. വരാൻ പാടില്ല. നാട്ടിലെ ഗവൺമെന്റിനും ഭരണകൂടത്തിനും എതിരിലൊരു ഏറ്റുമുട്ടലിന്റെ സ്വഭാവം വരാതെ സതുപദേശത്തിലൂടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയും ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അതിന് പലതരത്തിലുള്ള തടസ്സങ്ങളാണെന്ന് മുന്നിൽ. ഒന്ന്, നാട്ടിന്റെ പൊതുമസലഹത്ത് പോലും പരിഗണിക്കാതെ, മുസ്ലിം ഉമ്മത്തിന്റെ പൊതുമസലഹത്ത് പോലും പരിഗണിക്കാതെ ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ സംഘടനാപരമായ ചില വിരോധങ്ങളുടെ പേരിലോ ഒക്കെ ചേരിതിരിഞ്ഞ് ഒരു വിഭാഗം മറുഭാഗത്തെ ഒറ്റപ്പെടുത്താനും പരാജയപ്പെടുത്താനും വേണ്ടി ശ്രമിക്കുകയാണ് പ്രശ്നം. അതുകൊണ്ട് സംഗതി പറഞ്ഞ് നല്ലതാണ്. രണ്ടു വഴിയെ പിന്നെ നമുക്കുള്ളൂ. ഒരു മഹല്ലത്തിൽ ബാക്കി എന്തോ ഉണ്ടാകട്ടെ, രാഷ്ട്രീയമായ എന്തൊക്കെ പഠനപ്പടക്കങ്ങൾ ഉണ്ടാകട്ടെ, അതല്ലെങ്കിൽ സംഘടനാപരമായ എന്തൊക്കെ പഠനപ്പടക്കങ്ങൾ ഉണ്ടാവട്ടെ, മുസ്ലിം സമുദായത്തിന്റെ പൊതുമസലഹത്തിന് വേണ്ടിയും നാട്ടിന്റെ ഐക്യത്തിനും ഭദ്രതയ്ക്കും വേണ്ടിയും ഖാദി കാരണവന്മാരെ അംഗീകരിച്ച് ദീനിയായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഒരു ഖാദിയുടെ നേതൃത്വത്തിൽ വലിയൊരു ശതമാനം വരെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചാൽ വലിയ വിജയമാണ്. ഒരുപാട് സമയനഷ്ടം ഒഴിവാക്കാം, ഒരുപാട് ധനനഷ്ടം ഒഴിവാക്കാം, ഒരുപാട് ദീനിയായ മസലഹത്തുകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് വലിയൊരു പരിധിവരെ വിജയിക്കാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഒരു ചോദ്യം കൂടി ഉസ്താദേ, ഞാൻ പിന്നെ പോവാണ്. തിരിച്ചു വരുമ്പോൾ ക്ലാസ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഉസ്താദ് താഴെ ഉസ്താദ് ശ്രമിച്ചാലും. പിന്നെ നമ്മൾ ജോലിക്കൊക്കെ നിൽക്കുമ്പോൾ നിർബന്ധിതമായിട്ട് സംഭാവന ചോദിക്കാറുണ്ട് നിൽക്കുന്ന ചില സ്ഥാപനങ്ങൾ. അപ്പോ അതിന് കൊടുക്കുന്നതിന്റെ വിധി എന്താണ് എന്നാണ് എന്റെ അടുത്ത ചോദ്യം. നിർബന്ധിതമായിട്ട് സംഭാവന ചോദിച്ചു വാങ്ങല് ചില സ്ഥലങ്ങളിൽ ജോലിക്ക് നിൽക്കുമ്പോൾ ചില സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ചില ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ നിൽക്കുമ്പോൾ ചോദിക്കാറുണ്ട്. അത് കൊടുക്കുന്നതിന്റെയും അത് വാങ്ങുന്നതിന്റെയും ഇസ്ലാമിക വിധി എന്താണെന്ന് അറിയാൻ. അസ്സലാമു അലൈക്കും. അതിന്റെ പേര് കൈക്കൂലി അങ്ങനെ സംഭാവന എന്നൊന്നല്ല ഈ ശരിയെ, മനസ്സിലായില്ലേ? സംഭാവന എന്നുള്ള ചൊറുക്കുള്ള പേരിട്ടുകൊണ്ട് കൈക്കൂലി അല്ലാതാവൂല. നിയമവിരുദ്ധമാണ് ആ പിരിവ്. ഡൊണേഷൻ എന്നതിന് ഓമന പേര് പറയുന്നുണ്ടെങ്കിലും അത് നിർബന്ധ പിരിവാവുന്ന കൈക്കൂലിയാവുന്നു. അധ്യാപക നിയമനത്തിന്, അതുപോലെ തന്നെ ചില ഉദ്യോഗസ്ഥന്മാരുടെ നിയമനത്തിന് വേണ്ടി സ്ഥാപനങ്ങൾ, അതുപോലെ സംഘടനകൾ, അതുപോലെ വ്യക്തികൾ വലിയ ഭീമമായ തുക വാങ്ങുക എന്ന് പറയുന്നത് തികച്ചും കൈക്കൂലി തന്നെയാണ്, നിയമവിരുദ്ധവും ആണ്. അതിന് സംഭാവന എന്ന് ചൊറുക്കുള്ള പേര് വിളിച്ചത് കൊണ്ട് അത് സംഭാവനയാവൂല. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു. ഉസ്താദ്, എനിക്ക് ഒരു പൈസന്റെ ആവശ്യം വന്ന്
ഉദാഹരണത്തിന് ഗൾഫിൽ വരാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഒരു മോട്ടോർ സൈക്കിളേ ഉള്ളൂ. അത് ഞാൻ ഒരുത്തനൊരു 15 ഉറുപ്പ്യക്ക് വായ്പ പണയം കൊടുക്കുകയാണ്. 15 ഉറുപ്പ്യനോട് വാങ്ങിയിട്ട് നീ തിരിച്ചു വരുമ്പോൾ തന്നാൽ മതി, വണ്ടി പൈസ ആയിട്ട് കൊടുത്തിട്ട് വണ്ടി ഇങ്ങോട്ട് തിരിച്ചു വാങ്ങി. അത് അനുവദനീയമാണോ അല്ലേ എന്നുള്ള അറിയാൻ വേണ്ടി. അസ്സലാമു അലൈക്കും. അത് വിറ്റുകാണ് കായ് വാങ്ങുക, വരുമ്പം വേറെ വണ്ടി വാങ്ങുക. മറ്റേത് പലിശ തന്നെയാണ്. പണയം വെക്കണോണ്ട് കാര്യമില്ല. കാരണം ഓൻ പണയം വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പണയം എടുക്കണമെങ്കിൽ പണയ വസ്തു ഉപയോഗിക്കുക എന്ന വ്യവസ്ഥയോടുകൂടി പണയം എടുക്കുന്നത് ഇസ്ലാം വിരോധിച്ചതാണ്. ഈടിന് വേണ്ടി മാത്രമേ ഇസ്ലാം പണയം അനുവദിച്ചിട്ടുള്ളൂ. ഈട്, അതായത് കൊടുത്ത കാശ് നഷ്ടപ്പെടൂല എന്ന ഉറപ്പിന് വേണ്ടിയിട്ട് പണയം കൊടുക്കാം. ആ വസ്തു ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കാനുള്ള വ്യവസ്ഥയോട് അവിടെയാവുമ്പം അത് ഇസ്ലാം വിരോധിച്ച വ്യവസ്ഥ പ്രകാരമുള്ള പലിശയിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള വിരോധിക്കപ്പെട്ട മാർഗമാണ്. അത് ശരിയല്ല. എന്തായാലും അവിടെ ഇല്ലേ, മുകളിലുള്ളവരില്ലേ, സ്ഥലത്തില്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ളവരെടുത്തോളി, സമയം കളയണ്ട. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് പോകുമ്പോൾ നിങ്ങളോട് ദുആ ചെയ്തു, നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ദുആ ചെയ്ത്, പിന്നെ അവിടുന്ന് വന്നതിന് ശേഷം പറഞ്ഞു, അതിന് ശേഷം ആദ്യം എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് ദുആ ചെയ്തിരുന്നു ഉസ്താദിക്ക്. അപ്പോൾ പിന്നെ ഓപ്പറേഷൻ സുഖമായിട്ട് ഞാനിപ്പോൾ ഹജ്ജിന് പോയി വന്ന്, ഞാനും കുട്ടികളൊക്കെ പോയി വന്ന്. പിന്നീട് ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾക്ക് വിളിച്ചിരുന്നു. എനിക്കിപ്പോൾ മൂത്രത്തിന് ഭയങ്കര തടസ്സം കടച്ചിലുമാണ്. മരുന്ന് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മരുന്ന് നിർത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ബർക്കത്ത് കൊണ്ടും ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദരീങ്ങളുടെ ഹഖ് കൊണ്ടും മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല തങ്ങളുടെ കറാമത്ത് കൊണ്ടും പരിപൂർണമായി ശിഫയും ആഫിയത്തും അല്ലാഹു തആല എളുപ്പമാക്കി തരുമാറാകട്ടെ. യാതൊരു നിലക്കുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ, വേദനയോ തടസ്സങ്ങളോ ഒന്നും ഇല്ലാതെ സുഖമായ നിലക്ക് മലമൂത്ര വിസർജനം നടത്താനും എല്ലാവിധ രോഗങ്ങളും പൂർണ്ണമായി ശിഫയായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പൊരുത്തപ്പെട്ട സ്വാലിഹായ അമൽ വർദ്ധിപ്പിക്കാനുള്ള ആഫിയത്തും ശിഫയും ദീർഘായുസ്സും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മൾക്കൊക്കെയും അല്ലാഹു തആല മരണം വരെ ആഫിയത്തും അല്ലാഹു തആലക്ക് ത്വാഅത്ത് ചെയ്യാനുള്ള തൗഫീഖും ദീർഘായുസ്സും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? പിന്നെ എന്നോട് ഒരാളൊരു സംശയം ചോദിക്കാൻ പറഞ്ഞ ഉസ്താദെ, അയാളെ നാട്ടിലുള്ള സ്കൂള് ഗവൺമെന്റിന്റെ അണ്ടറിലാണ്, പക്ഷെ അതിന്റെ മാനേജ്മെന്റ് നടത്തുന്നത് ഹലോ കേൾക്കുന്നില്ലേ? ഹലോ, അപ്പൊ നമ്മുടെ ഈ എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിക്കുന്നതാണ്, അയാളെ നാട്ടിലുള്ള സ്കൂള് ഗവൺമെന്റ് സ്കൂളാണ്, പക്ഷെ അതിന്റെ മാനേജ്മെന്റ് പള്ളിക്കാണ്. അവിടെ എന്തെങ്കിലും ഒരു വേക്കൻസി ഒഴിവ് വരുമ്പോൾ ഈ 1 ലക്ഷം 2 ലക്ഷം കൊടുത്തിട്ട് കയറുന്നുണ്ട് ടീച്ചേഴ്സ്. അപ്പൊ അങ്ങനെ മേടിക്കുന്ന പൈസ അത് പള്ളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, പള്ളിക്ക് വേണ്ടിയാ വാങ്ങിക്കുന്നതെന്നാ പറയുന്നത്. അതിന്റെ വിധി എന്താണ് ഉസ്താദ് എന്ന് അറിയാൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ മാനേജർ എന്ന നിലക്ക് കിത്ത വാങ്ങാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല, ഇന്ത്യ ഗവൺമെന്റും അനുവദിച്ചിട്ടില്ല. അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ ധനം സമാഹരിക്കുന്നത് നിഷിദ്ധമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അത് പള്ളിക്കാണ് എന്നത് കൊണ്ടിട്ട് അലാലാവൂല. ലോട്ടറി നടത്താൻ പറ്റുമോ പള്ളിക്ക്? നാട്ടിലെ പള്ളിക്ക് വേണ്ടിയിട്ട് ലോട്ടറി നടത്തുക, അല്ലെങ്കിൽ മദ്രസക്ക് വേണ്ടി ലോട്ടറി നടത്തുക. അതുപോലെ തന്നെ പള്ളി മദ്രസ എന്ന ഇസ്ലാമിന്റെ നിയമം നല്ല കാര്യത്തിന് ഉള്ള മാർഗവും നല്ലതായിരിക്കണം. നല്ല കാര്യമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ആ നല്ല കാര്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മാർഗവും നല്ലതായിരിക്കണം. പള്ളി നല്ല കാര്യമാണ്, മദ്രസയും നല്ല കാര്യമാണ്.
ഈ പള്ളി മദ്രസ നടത്താൻ ഹലാലായ മാർഗത്തിലൂടെയുള്ള സമ്പാദ്യവും വേണം. അല്ലാതെ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്നത് പള്ളിക്കും മദ്രസക്കും തീരെ പറ്റൂല. വ്യക്തികൾക്ക് തന്നെ പാടില്ലെങ്കിൽ പിന്നെ പള്ളിക്കും മദ്രസക്കും തീരെ പറ്റൂല. കാരണം ഇന്നല്ലാഹു ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ല ത്വയ്യിബ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധനാണ്, അവൻ വിശുദ്ധമായതിനെ അല്ലാതെ സ്വീകരിക്കുന്നതല്ല എന്ന്. അപ്പൊ ആരാനോട് കൈക്കൂലി വാങ്ങുന്നത് വിശുദ്ധമല്ലല്ലോ. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റാഷിയ വൽ മുർത്തഷിയ വർ റായിഷ എന്ന് ഹദീസിലുണ്ട്. കൈക്കൂലി കൊടുക്കുന്നവനെയും കൈക്കൂലി വാങ്ങുന്നവനെയും അതിന് ഇടനിലക്കാരനാവുന്നവനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ കൈക്കൂലി കൊടുക്കലും ഹറാമാണ്, വാങ്ങലും ഹറാമാണ്, അതിന് ഇടനിലക്കാരനായി പ്രവർത്തിക്കലും ഹറാമാണ്. ആ ജാതി ന്യായമൊന്നും പറയണ്ട, മനസ്സിലായില്ലേ? അത് ടെസ്റ്റ് അതെ, ഒരു ജോലി ശരിയാക്കി കൊടുത്തതിനുള്ള നന്ദി പ്രകടനമാണ്. പൊന്നു ചങ്ങായി, നന്ദി എന്ന് പറഞ്ഞാൽ അവനാൻ പൊരുത്തപ്പെട്ട് എന്തെങ്കിലും കൈമടക്ക് കൊടുക്കുന്നതിനല്ലേ നന്ദിയായിട്ട് കൊടുക്കുക അറിയണത്. നിങ്ങൾ ആദ്യം തന്നെ 25 ലക്ഷം തന്നെങ്കിൽ ഒരു ഹൈസ്കൂളിലെ പോസ്റ്റ് വരുള്ളൂ. 10 ലക്ഷം കൊടുത്തെങ്കിൽ ഒരു സാധാരണ UP സ്കൂളിൽ ഒരു പോസ്റ്റ് കിട്ടുള്ളൂ. 5 ലക്ഷം എന്തെങ്കിലും കൊടുക്കണം ഒരു LP സ്കൂളിൽ ഒരു മാനേജ്മെന്റ് പോസ്റ്റ് കിട്ടാൻ. എന്നിട്ട് ഈ മാനേജർ എന്താ ചെയ്യുന്ന? ഒന്നും ചെയ്യണില്ല. ചെയ്യുന്നതൊക്കെ ആരാ? ഗവൺമെന്റാ. ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റ്, യോഗ്യത നിശ്ചയിക്കുന്നത് ഗവൺമെന്റ്, ഒക്കെ അതെ. അങ്ങനെ ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന സ്ഥാപനത്തിന്റെ മാനേജർ എന്ന നിലക്ക് ഇയാള് അങ്ങനെ 25ഉം 10ഉം 5ഉം ഏത് ഇസ്ലാമിന്റെ ഒപ്പിലാണ്? ജോലി ശരിപ്പെടുത്തി എന്തെങ്കിലും ന്യായം പറയാന്നല്ലാതെ അതിനൊന്നും ഒരു ന്യായമില്ല. തെറ്റാണ്. അത് വാങ്ങി ഉപയോഗിക്കാൻ പാടില്ല. അത് കൈക്കൂലിയാവുന്നു. നിങ്ങൾ തൃപ്തിപ്പെട്ട് കൊടുക്കുകയാണ്, നമുക്ക് കുഴപ്പമില്ല, തൃപ്തിപ്പെട്ട് കൊടുത്തോളി. ഇപ്പൊ ആരെങ്കിലും കൊടുക്കുവോ? അല്ലെങ്കിൽ കൊടുത്താൽ തന്നെ ഇങ്ങനെ എത്ര ലക്ഷങ്ങൾ കൊടുക്കുവോ? ഒന്നുമില്ല. അതിലൊന്നും ന്യായമല്ല, അതൊന്നും ശരിയല്ല. ഇസ്ലാം ശരീഅത്തനുസരിച്ച് കൈക്കൂലിയാണത്. കൈക്കൂലി വാങ്ങലും കൊടുക്കലും അതിന് ഇടനിലക്കാരനാകലും പലിശ പോലെ തന്നെ അല്ലാഹു തആല കടുത്ത ഹറാമാക്കിയതാവുന്നു. അസ്സലാമു അലൈക്കും. കേൾക്കാൻ പറ്റുന്നെങ്കിൽ ആരെങ്കിലും ഒന്ന് എസ് അടിച്ചാൽ കൊള്ളാം. ഉസ്താദ്, ഞാൻ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ജമാഅത്ത് ലാസ്റ്റ് അത്തഹിയാത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ കൈ കെട്ടിയ ഉടനെ തന്നെ സലാം വീട്ടണ കേട്ടു. അപ്പൊ അത് ജമാഅത്ത് കിട്ടുമോ? അത് എന്റെ നിസ്കാരം ജമാഅത്തായിട്ടാണോ കിട്ടണത്? അതല്ലെങ്കിൽ ഞാൻ തുടക്കം തൊട്ട് നിസ്കരിക്കണോ? എന്താണ് അതിന്റെ ആ ഒരു വശം എന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇമാമ് സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പ് നമ്മൾ ജമാഅത്തിൽ തുടരുന്നു എന്ന നിയ്യത്തോടു കൂടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞു എന്നാൽ ജമാഅത്തിന്റെ കൂലി കിട്ടും. ശരിയല്ലേ? തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞു, നമുക്ക് ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ജമാഅത്തിന്റെ കൂലി കിട്ടും. ബാക്കിയൊക്കെ പിന്നെ ഒറ്റക്ക് തന്നെ നിസ്കരിച്ച് പൂർത്തിയാക്കുന്നതെങ്കിലും ജമാഅത്തിന്റെ കൂലിയാവുന്ന 27 ദറജ എന്ന് പറയുന്ന കൂലി കിട്ടും. അതേസമയത്ത് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടാൻ കഴിഞ്ഞിട്ടില്ല, അതിന് മുമ്പ് നമ്മൾ അല്ലാഹു അക്ബർ പറയുന്നതിന് മുമ്പ് തക്ബീർ കഴിഞ്ഞാൽ അവിടെ ജമാഅത്തിന്റെ കൂലി കിട്ടൂല. അല്ലാഹു അക്ബർ എന്ന റാവ് ഉച്ചരിച്ച് അഥവാ തക്ബീറത്തുൽ ഇഹ്റാം പൂർണ്ണമായി നമ്മൾ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം ഇരുന്നോണമെന്നില്ല, ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ഇമാമു സലാം വീട്ടിയാലും ജമാഅത്തിന്റെ കൂലി കിട്ടും. അതിൽ നമ്മൾ കയറി തക്ബീർ കെട്ടിയിട്ടില്ല, തക്ബീർ കെട്ടാൻ തുടങ്ങുമ്പോൾ ഇമാമു സലാം വീട്ടിയാലോ അവിടെ പിന്നെ വേറെ ജമാഅത്ത് തുടങ്ങണം. അല്ലാതെ അവിടെ ഒറ്റക്ക് നിസ്കരിച്ചാൽ ജമാഅത്തിന്റെ കൂലി കിട്ടൂല, ഒറ്റക്ക് തന്നെയാവും. ഇരിക്കണമെന്നില്ല, തക്ബീർ കെട്ടാൻ സമയം കിട്ടിയാൽ മതി. ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ മതി, ഇരുന്നോളണമെന്നില്ല, എന്നാൽ തന്നെയും ജമാഅത്തിന്റെ കൂലി കിട്ടും. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഒരു ചോദ്യം കൂടി വന്നതായോണ്ട് കേട്ടോ മൈക്കിലേക്ക് വന്നത്, അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് ആദ്യം പറയുന്നു. പിന്നെ ഇവിടെ ചോദിച്ചത്, എൻ്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് ബിസിനസ് ആവശ്യാർത്ഥം ദമാമിൽ പോകുന്നു.
അപ്പോൾ ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇഹ്റാം കെട്ടുന്നതിനുള്ള ഡ്രസ്സ് ഇവിടുന്ന് തന്നെ കൊണ്ടുപോകണോ എന്നാണ് സംശയം. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡ്രസ്സ് ഇവിടുന്ന് കൊണ്ടുപോയിക്കോളൊന്നൊന്നുമില്ല. എവിടെ വെച്ചിട്ടാണോ മീഖാത്ത് നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്, ആ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് വേണമെന്നുള്ളൂ. അവിടുന്ന് വാങ്ങിയാലും മതി. ഈ ഇഹ്റാം ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സാധനമാണല്ലോ ഇഹ്റാം തുണിയുന്നത്. അല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു ഇറങ്ങുമ്പോൾ തന്നെ ഇഹ്റാമിന് വേണ്ട വസ്ത്രം കൊണ്ടു നടക്കും പോലെ പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ല. നമ്മൾ എവിടുന്നാണോ മീഖാത്ത് എന്ന് വെച്ചാൽ ആ മീഖാത്ത് നിന്ന് ഇഹ്റാം ചെയ്യാൻ സമയത്ത് അത് വേണം. ഇഹ്റാം ചെയ്താൽ അത് ധരിച്ചുകൊണ്ടായിരിക്കണം എന്നല്ലാതെ മുമ്പ് കൊണ്ടുപോലെ പ്രത്യേകിച്ച് പുണ്യം ഇല്ല, അങ്ങനെ കൊണ്ടുപോകേണ്ട കടമയും ഇല്ല. ഹലോ, അസ്സാം വലൈക്കും. ഞാൻ ഉസ്താദ് ഈ ഡിസൈനിങ് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് പല മനുഷ്യന്മാരുടെയും അതുപോലെ മറ്റ് ജീവികളുടെയും ഒക്കെ ചിത്രങ്ങൾ ഡിസൈൻ ചെയ്യുകയും അതിൽ മാറ്റങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ വശങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മതപരമായ നിലപാട് എന്താണ് എന്ന് അറിയാനാണ്. അത് ഹലാലാണോ അങ്ങനെ സമ്പാദിക്കുന്ന പണം എന്നറിയാൻ. അസ്സലാമു അലൈക്കും. ജീവജാലങ്ങൾ, മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കുക, അതിനു വേണ്ട ഡിസൈൻ നിർമ്മിക്കുക, അതനുസരിച്ച് രൂപങ്ങൾ ഉണ്ടാക്കുക എന്നിവ ഇസ്ലാം വിരോധിച്ചതിൽപ്പെട്ടതാണ്. ആ നിലക്ക് സമ്പാദിക്കുന്നത് ഹലാലല്ലതാനും. മനസ്സിലായില്ലേ? വളരെ വ്യക്തമായി തന്നെ ഹദീസുകളിൽ പറഞ്ഞതും ഇമാമിയങ്ങൾ വ്യക്തമാക്കിയതും ആണ്. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികൾ, ആ ജീവികളുടെ രൂപകൽപ്പന ചെയ്യുക, എന്നിട്ട് ആ ജീവികളുടെ രൂപം ഉണ്ടാക്കുക, അത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. പ്രകൃതി സൗന്ദര്യങ്ങൾ, ചെടികൾ, സസ്യങ്ങൾ, തോട്ടങ്ങൾ തുടങ്ങിയ പ്രകൃതി സൗന്ദര്യങ്ങൾ രൂപം അതിനെ ഡിസൈൻ ചെയ്യുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ജീവജാലങ്ങളുടേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതും അതുകൊണ്ട് തന്നെ അത് പാടില്ലെന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ വ്യക്തമാക്കിയതും ആകുന്നു. ഉസ്താദ്, പിന്നെ നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ പിന്നെ സുബഹിസ്കാരത്തിൽ കുന്നൂത്ത് ഓതലുണ്ട്. ചില സമയത്ത് ഇമാമികൾ കുന്നൂത്ത് മറന്നു പോകാനില്ല, അപ്പോൾ സഭയിൽ സുജൂദ് ചെയ്യുന്നില്ല. അന്നാലും നമ്മൾ മടക്കി നിസ്കരിച്ചിട്ടുണ്ട്. ഉസ്താദ്, അസ്സലാമു അലൈക്കും. സുബഹിക്ക് കുനൂത്ത് സാധാരണയിൽ ഓതാറുണ്ട്, ചിലപ്പോൾ വിട്ടുപോകും. അങ്ങനത്തെ ദിവസം സഹവിന്റെ സുജൂദ് ചെയ്യാറില്ല. എന്നാൽ മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ എന്നാണല്ലോ ചോദ്യം. ഇല്ല, മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുനൂത്ത് ഓതൽ വളരെ പ്രധാനപ്പെട്ട മുഅക്കദായ സുന്നത്താണ്. അത് മറന്നുകൊണ്ടോ മനഃപൂർവ്വമോ ഒഴിവാക്കിയാൽ സഹവിന്റെ സുജൂദ് ചെയ്യലും മുഅക്കദായ സുന്നത്താണ്. ഒരാൾ കുനൂത്തും ഓതിയില്ല, സുജൂദും ചെയ്തില്ല, എന്നാൽ ബാത്തായ ഒരു സുന്നത്ത് നഷ്ടപ്പെടും, അതുകൊണ്ട് കൂലി കുറയും. എന്നാൽ നിസ്കാരം സഹിയാകും, മടക്കി നിസ്കരിക്കൽ നിർബന്ധമില്ല. സുജൂദ് ചെയ്യലും സുന്നത്ത് തന്നെ ഉള്ളൂ. അതുകൊണ്ടാണ് കുനൂത്ത് ഓതൽ മുഅക്കദായ സുന്നത്താണ്. അത് മറക്കുക ഒഴിവാക്കുകയോ ചെയ്താൽ സഹവിന്റെ സുജൂദ് ചെയ്യൽ മുഅക്കദായ സുന്നത്താണ്. അപ്പൊ ഈ സുന്നത്ത് ഒഴിവാക്കിയതിന്റെ പേരിൽ നിസ്കാരം മടക്കേണ്ടതില്ല, പക്ഷെ കൂലി കുറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉസ്താദ്, ഞാൻ താമസിക്കുന്നതിന്റെ അടുത്തുള്ള പള്ളിയിൽ ഒരു ഹനഫി മദ്ഹബിൽപ്പെട്ട ഉസ്താദാണ് ഇമാമായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവര് സഹവിന്റെ സുജൂദ് ചെയ്യണത് ലാസ്റ്റത്തെ തഹിയാത്തിൽ ഒരു സലാം വീട്ടിയിട്ടാണ്. വലതുവശത്തേക്കുള്ള സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷമാണ് സഹവിന്റെ സുജൂദ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടാണ് പിന്നെ തഹിയാത്ത് പൂർത്തിയാക്കി ഇടത്തേക്ക് സലാം വീട്ടണത്. അപ്പൊ നമ്മ തുടർന്ന് നിസ്കരിക്കുമ്പോൾ ഞാൻ കേട്ടേക്കുന്നത് ആദ്യത്തെ സലാം വീട്ടുമ്പോ തന്നെ നിസ്കാരത്തിൽ നിന്ന് പുറത്താവുന്നതാണ്. അപ്പൊ എനിക്ക് ഇനി ഒരു 4-ാമത്തെ റക്അത്ത് അല്ലെങ്കിൽ 3-ാമത്തെ റക്അത്ത് എനിക്ക് നിസ്കരിക്കാനുണ്ടെങ്കിൽ ഞാൻ എന്താണ് അവിടെ ചെയ്യേണ്ടത്? ഇമാമിന്റെ ഒപ്പം പിന്തുടരണോ, അതെ ഞാൻ 4-ാമത്തെ റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞിട്ട് സഹവിന്റെ സുജൂദ് ചെയ്താൽ മതിയോ? അതല്ല, ഞാൻ ഇമാമിന്റെ ഒപ്പം സലാം വീട്ടിയിട്ട് അവരുടെ ഒപ്പം തുടർന്നാൽ എന്റെ നിസ്കാരം ശരിയാവോ? അസ്സലാമു അലൈക്കും.
ഹനഫികളായ ആളുകൾ സഹവിന്റെ സുജൂദ് ചെയ്യുക, അത്തഹിയാത്ത് ഓതിയതിന് ശേഷം ഒരു സലാം വീട്ടിയിട്ട് പിന്നെ സുജൂദ് ചെയ്ത് പിന്നെ വീണ്ടും സലാം വീട്ടാ വേണ്ട. ഇപ്പൊ ചില ആളുകൾ വീണ്ടും അത്തഹിയാത്ത് ഓതുന്നത് കണ്ട, ഞാനവിടെ കിതാബ് കണ്ടിട്ടില്ല വീണ്ടും അത്തഹിയാത്ത് ഓതുന്നതിനെ പറ്റി. ഏതായാലും ഒരു സലാം വീട്ടിയതിന് ശേഷം സഹവിന്റെ സുജൂദ് ചെയ്തിട്ട് പിന്നെ സലാം വീട്ടുക വേണ്ടേ. നമ്മളെ മതമനുസരിച്ച് ഒരു സലാം വീട്ടിയ നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോവും. അപ്പം മൗമൂമികളാവുന്ന നമ്മള് ഒരു പക്ഷേ സലാം വീട്ടാതെ ഇമാമിന്റെ കൂടെ സലാത്ത് സുജൂദിൽ പങ്കെടുക്കുക, അതല്ലെങ്കിൽ ഇമാമുമായി മുഫാറഖത്തായ വിട്ടുപിരിയുന്നു എന്ന നിയ്യത്തോടു കൂടി ഇമാമിന് വിട്ടുപിരിയാം. എന്നിട്ട് ബാക്കി നിസ്കരിക്കാനുണ്ടെങ്കിൽ നമ്മൾ ബാക്കി എഴുന്നേറ്റ് നിസ്കരിച്ചതിന് ശേഷം നമ്മുടെ സലാമിന്റെ തൊട്ടു മുമ്പായിട്ട് സുജൂദ് ചെയ്യാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, സലാം വീട്ടി പിന്നെ സുജൂദിന് പോയി ഇമാമിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് പറ്റൂല. അപ്പൊ ഒരു പക്ഷേ സലാം ഇമാം വീട്ടിക്കോട്ടെ, നമ്മൾ സലാം വീട്ടാതെ ഇമാം സുജൂദ് പോകുമ്പോൾ നമ്മൾ ഇമാമിന്റെ കൂടെ സുജൂദ് ചെയ്യുക, എന്നിട്ട് ഇമാം സലാം വീട്ടിയതിന് ശേഷം നമ്മൾ ബാക്കി നിസ്കരിക്കുക, നമ്മളെ നിസ്കാരത്തിന്റെ അവസാനത്തിൽ സൈഡിൽ സുജൂദ് ചെയ്യുക. അതല്ലെങ്കിൽ ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന നെയ്യത്തോടുകൂടി ഇമാമിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് നിസ്കരിക്കാം. അങ്ങനെ രണ്ടാലൊരു വഴി. സമയം 1-2 ദിവസം കൂടി ഇങ്ങനെ പോവും ഇൻഷാ അല്ലാഹ്. പിന്നെ നമുക്ക് സാധാരണ പോലെ അടുത്ത ആഴ്ച മുതൽ റബ്ബ് തൗഫീഖ് ചെയ്താൽ നമുക്ക് അസർ വരെയുള്ള ചോദ്യോത്തരങ്ങളിൽ തന്നെ തുടരാം. 1-2 ദിവസം കൂടി ഇങ്ങനെ ചെറിയൊരു സൗകര്യം കുറവുള്ളത് കൊണ്ട് തന്നെ 3 മണിക്ക് നിർത്തുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പൊന്മള മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ബാക്കവി എന്റെ അടുത്ത സുഹൃത്താണ്. അയാൾ കേന്ദ്ര മുഷാവറ മെമ്പർ കൂടിയാണ്, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകനാണ്. നാട്ടിലുണ്ടായിരുന്ന കാലത്ത് മലപ്പുറം ജില്ലാ ജമിയത്തുൽ ഉലമയുടെ മുഷാവറയിൽ അദ്ദേഹം വന്ന സമയത്ത് ഞാനും വന്നിരുന്നു കുറച്ചു കാലം. അത് കഴിഞ്ഞ് ഞാനിങ്ങോട്ട് ഹിജ്റ പോകുന്നില്ലേ. അദ്ദേഹം നല്ല സജീവ പ്രവർത്തകനാണ്, കേന്ദ്ര മുഷാവറ മെമ്പറും ഒക്കെയാണ്, നല്ലൊരു മുദരിസുമാണ് മൊയ്തീൻ കുട്ടി ബാക്കവി പൊന്മള. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ വഫാത്തായി എന്ന് സുഹൃത്തുക്കള് ടെസ്റ്റ് അടിച്ച് കണ്ടിരുന്നു. നമുക്ക് വളരെ വേണ്ടപ്പെട്ട സമസ്തയുടെ സജീവ പ്രവർത്തകനും മലപ്പുറം ജില്ലയിലെ സമസ്തയുടെയും SVSന്റെയും ഒക്കെ സജീവ പ്രവർത്തകനായ ബഹുമാനപ്പെട്ട ബാക്കവി പൊന്മളയുടെ ഭാര്യക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ പരലോക ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഖബറിടം അല്ലാഹു തആല സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ബാക്കവി മൊയ്തീൻ കുട്ടി ബാക്കവി പൊന്മള ഉസ്താദ് അവർക്ക് അല്ലാഹു തആല അവരുടെ കുടുംബത്തിനും അല്ലാഹു തആല സമാധാനവും ബറക്കത്തും ക്ഷമയും നൽകുമാറാകട്ടെ. നഷ്ടപ്പെട്ടതിനേക്കാൾ ഹൈറായത് അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും പകരം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഒരു ഫാത്തിഹ ഓതിയിട്ട് ആ മഹദിയുടെ പേരിൽ ദുആ ചെയ്യുക. മൊത്തം നമ്മൾ ചെറുതായിട്ടൊരു ദുആ ചെയ്തിട്ട് പെട്ടെന്ന് നിർത്തും. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله.
الحمد لله رب العالمين الذي يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على عبدك ورسولك سيدنا محمد وعلى آله وأصحاب سيدنا مولانا محمد صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. اللهم أثبنا على ما قرينا وعلى ما صلينا وصل ثواب ذلك هدية منا إلى حضرة حبيبك مصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة الذي يبعثه مقاما محمودا الذي وعدته. اللهم ارزقنا في الدنيا زيارته في الآخرة شفاعته ولا تحرمنا رؤيته وردنا الله المورود. وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء وأهل الخير كلهم أجمعين. اللهم زد شرفا على شرفهم وفضلا على فضلهم وكرامة تليق بأعلى درجاتهم. اللهم اغفر علينا وعلى أهالينا وعلى من تعلقوا بنا وعلى من ماتوا منا وعلى من نبينا وعلى من أوصانا من فيوضاتهم وأمدنا وإياهم بمددهم واحمنا وإياهم بحماياتهم في الدارين. وإلى حضرات آبائنا وأمهاتنا وسائر أقاربنا وإلى حضرات من ماتوا منا وإلى حضرات أمواتنا وأموات المؤمنين خصوصا إلى حضرة من نويناها وقرأنا لأجلها. اللهم آنس وحشتها وآمن روعتها ونفس كربتها ونبر محلتها وارفع درجتها وكلنا ولها وليا وبنا بها عافية. اللهم إن كانت محسنة فزد في حسناتها وإن كانت مسيئة تجاوز عن سيئاتها يا رب العالمين. اللهم أبدلها دارا خيرا من دارها وأهلا خيرا من أهلها وزوجا خيرا من زوجها وأدخلها الجنة وأعذها من عذاب القبر فتنته ومن عذاب النار. أرحم الراحمين തമ്പുരാനെ, ഞങ്ങൾ ഓതിയതും പറഞ്ഞതുമൊക്കെയും നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ അറിഞ്ഞും മറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ തമ്പുരാനെ. ദുന്യവിയും മുഹറവുമായിരിക്കുന്ന എല്ലാ ഖൈറുകളും ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണേ തമ്പുരാനെ. ആ മരണപ്പെട്ട ബാക്കി ഉസ്താദിന്റെ ഭാര്യയുടെ പരലോകം നീ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബർ ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ, അവരെയും ഞങ്ങളെയും അതുപോലെ ഞങ്ങളുടെ ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയവരുടെ ഒക്കെ ആഹാരം നീ സന്തോഷമാക്കി കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, പലതരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാ രോഗങ്ങളെയും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. പലതരത്തിലുള്ള കുടുക്കിലും ബുദ്ധിമുട്ടിലും വിഷമിക്കുന്നവരുണ്ട്, എല്ലാം നീ സലാമത്താക്കി കൊടുക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വറഹ്മനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി وسلم وسلم على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെ ഇസ്രയേലികളുടെ ഉത്തരവാദിത്വവും ചാർജും ഏൽപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാം തൂരിസീന പർവ്വതത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്ന് 40 ദിവസത്തെ പ്രത്യേകമായ ആരാധനകൾക്കു ശേഷം തൗറാത്ത് വാങ്ങി തിരിച്ചു വരുമ്പോഴേക്ക് സാമിരി എന്ന് പറയുന്ന ഒരു ആളുടെ ദുർബോധനത്തിന് വഴങ്ങി കുറെ ആളുകൾ ബിംബാരാധനയിൽ പശുക്കുട്ടിയെ ദൈവമാക്കി പൂജിക്കുന്ന ഒരു ശ്രമത്തിലേക്ക് എത്തിയിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് ഖുർആൻ ഇങ്ങനെ വിശദീകരിച്ചു: വൈദ് വഅദ്ന മൂസ 40 ലൈലത്തൻ. മൂസ നബി അലൈഹി ഇസ്ലാമിന് 40 രാവുകളെ നാം നിർദ്ദേശിച്ചു കൊടുത്ത സന്ദർഭം ഓർക്കുക. സുമ്മത്തഖദ്തുമുൽ ഇജ്ല മിൻ ബഅദിഹി. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം പോയതിനു ശേഷം നിങ്ങൾ പശുക്കുട്ടിയെ ദൈവമാക്കി വെച്ചു. വാൻതും ലാലിമൂൻ, നിങ്ങൾ അക്രമികളായ നിലക്ക്. അഥവാ ആ ശിർക്ക് മുഖേന നിങ്ങൾ വലിയ അക്രമമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്നാൽ ഈ പറഞ്ഞ സംഭവത്തിന്റെ ചരിത്രം നമ്മൾ ഇന്നലെ പറഞ്ഞു. സാമിരി വന്നതും പശുക്കുട്ടിയെ ഉണ്ടാക്കിയതും അതിനകത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ വാഹനത്തിന്റെ കാൽപ്പാടുകൾ പതിഞ്ഞെടുത്തുള്ള മണ്ണിന്റെ പ്രത്യേകത മനസ്സിലാക്കി ആ മണ്ണ് ഈ പശുക്കുട്ടിയെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ അകത്തിട്ടപ്പോഴാണ് പശുക്കുട്ടിക്ക് പ്രത്യേക ശബ്ദമുണ്ടായതെന്നും ആ ഒരു ചെറിയ അത്ഭുതം കണ്ടതോടുകൂടെ ജനങ്ങളുടെ കൂട്ടത്തിൽ കുറെ ആളുകൾ അതിന്റെ പുറകെ കൂടി അപകടത്തിലേക്ക് ചെന്നു ചാടി എന്നും നാം പറഞ്ഞു. ഇനി